Hi all. Today we'll be discussing the English for communication. നമുക്കറിയാം ഇതിൽ 4 ബ്ലോക്കായിട്ടാണ് നമുക്ക് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ബ്ലോക്കിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ്, ആൻഡ് ദ സെക്കൻഡ് ബ്ലോക്ക് receptive or passive skills, and the third productive or active skills, and the fourth, the last block is communication and technology. ഇങ്ങനെയാണ് നമുക്ക് 4 ബ്ലോക്കുകളായിട്ടാണ് നമ്മുടെ സിലബസ് തിരിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ബ്ലോക്കിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് എന്ന ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ഡീൽസ് വിത്ത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ഒറിജിൻ ആൻഡ് development of speech and writing. Then the second unit deals with barriers of communication through languages, formal and informal communication, communication etiquettes, written versus oral communication. And unit 3, the 4 skills of communication, LSRW, the 5th skill of cultural awareness, bilingualism. And the 4th unit, significance of English as a global language, communication in English, English in India. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ഫസ്റ്റ് യൂണിറ്റ്, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെപ്പിറ്റേറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ബ്ലോക്ക് 1, യൂണിറ്റ് 1, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ഇതിൽ മെയിൻലി കമ്മ്യൂണിക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ദ പ്രോസസ് ഇൻവോൾവ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെസ്സേജസ് ആൻഡ് ദിയർ മീനിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കൂടെ മെയിൻലി പഠിക്കേണ്ടത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കീ വേർഡ്സ്. വെർബൽ, നോൺ വെർബൽ, ഫീച്ചേഴ്സ്, ലാംഗ്വേജ്, ഒറിജിൻ ആൻഡ് തിയറീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ഈ യൂണിറ്റിൽ നോക്കേണ്ടതുള്ളത്. സോ ഫസ്റ്റ് we'll deal with verbal and non-verbal communication. We all know verbal communication is when we use words, spoken or written, to share information. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നതും സംസാരിക്കുന്നതുമായ രീതിയിൽ, അതായത് എഴുതിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ലെറ്റേഴ്സ്, മെസ്സേജസ് ഒക്കെ ആ രീതിയിലാവാം. പിന്നെ സ്പോക്കൺ ചെയ്തില്ല ഓറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ ഒരാൾക്കാരോട് സംസാരിക്കണം, ഗിവിങ് എ സ്പീച്ച് ഓർ ടോക്കിംഗ് ടു എ ഫ്രണ്ട്, ആർ ദ എക്സാമ്പിൾസ് ഫോർ എന്താ വേർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ചോയ്സ് ഓഫ് വേർഡ്സ്, ടോൺ, ക്ലാരിറ്റി ഒക്കെ നമ്മുടെ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ കാണിക്കും. ആൻഡ് വാട്ട് വി മീൻസ് ബൈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ആക്ഷൻസ്, എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്ത് വേർഡ്സിന് പുറമേയുള്ള ഒരു രീതി, നമ്മുടെ ഐ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ആ ഒരു ഫേഷ്യൽ ജെസ്റ്റേഴ്സ്, ഇമോഷൻസ് ഒക്കെ വെച്ച് കാണിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ചിരിച്ചുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ അവിടെ നമ്മുടെ ഹാപ്പിനെസ് അവർ കാണിക്കും. നമ്മൾ തല ആട്ടി നോഡ് ചെയ്തുകൊണ്ട് യെസ് എന്ന് പറയുമ്പം എന്താ യെസ് എന്നുള്ള ആ ഒരു ജെസ്റ്ററിന് അതിനെ കാണിക്കും. ഓക്കെ, തല ജസ്റ്റ് ആട്ടുമ്പോൾ നമ്മൾ നോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ യെസ് എന്നുള്ള ആ ഒരു കൺഫർമേഷൻ കാണിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജെസ്റ്റേഴ്സിൽ ബോഡി ലാംഗ്വേജ് കൂടി കാണിക്കുമ്പോൾ അത് നമ്മുടെ എന്താ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ 4 ടൈപ്സ് ഉണ്ട്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, interpersonal communication and extra personal communication. So interpersonal communication എന്നാൽ between 2 or more people, അതായത് 2 ആൾക്കാർ തമ്മിലോ അതിൽ കൂടുതൽ ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അവർ സെൽഫ്, നമുക്ക് നമ്മളോട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാറില്ലേ, അതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. Extra personal communication means an interesting phenomenon which means talking to inanimate objects or members or other species. അതായത് നമുക്ക് നമ്മുടെ പെറ്റ് കാറ്റിനോടോ ഡോഗിനോടോ അല്ലെങ്കിൽ വല്ല ചെടികളോടോ നമ്മൾ സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പീപ്പിൾസ് ഉണ്ട്.
അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, mass communication. Mass communication means communication with large masses of people through mass media such as newspaper, television and magazines. അതായത് നമ്മളൊരു വലിയൊരു ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ആൾക്കാരുടെ നമ്മൾ സംഭാഷണം ചെയ്യുന്നതിനെയാണ്, ആ രീതിയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂസ് റിപ്പോർട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ പത്രവായനയിലൂടെയൊക്കെ നമ്മളൊരു മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത്. ആ എഡിറ്റർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അവർ പത്രത്തിലൂടെ നമുക്ക് അറിയിക്കുന്നത്. ഇതൊക്കെ എന്താ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിളാണ്. സോ we discuss about 4 different types of verbal communication. First one, intrapersonal communication between 2 or more people. നമ്മൾ നോർമലി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇൻട്രപേഴ്സണൽ, അതായത് നമ്മളോട് തന്നെയുള്ളത്. ദെൻ എക്സ്ട്രാ പേഴ്സണൽ, നമ്മളൊരു ഇന്നാനിമേറ്റ്, അതായത് ജീവനില്ലാത്തൊരു വസ്തുവിനോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഐ തിങ്ക് യു ആർ ഗോട്ട് വാട്ട് ഇറ്റ് different types of verbal communication it is. Now we'll talk about non-verbal communication. അതായത് നമ്മുടെ ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് ആൻഡ് ബോഡി പോസ്റ്റർ, ടോൺ ഓഫ് വോയിസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് എങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡായി കാണും അല്ലേ? നമ്മുടെ ഹാൻഡ്സും ഒക്കെ എന്താ ഭയങ്കര സ്വെറ്റിംഗ് ഒക്കെ വന്ന് നമ്മൾ വേർത്ത് കൈയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കാണിക്കും. നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് അല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നതിനെയാണ് നമ്മളൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ പറഞ്ഞത്. ദെൻ നമ്മുടെ സിറ്റിംഗ് സ്റ്റൈൽ, പിന്നെന്താ യോണിങ്, ട്രെംബ്ലിങ്, ഡാബിങ് വൺസ് ഫോർ ഹെഡ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കാണിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് സെഷൻ ഡീൽസ് വിത്ത് ലാംഗ്വേജ്. സോ ഇതുവരെ ആയിട്ടും ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്ന്. ഉണ്ടാവില്ല അല്ലേ? സോ ഇഫ് വി ആർ ഗോയിങ് ബാക്ക് ടു ദ ഹിസ്റ്ററി, ദർ ഈസ് നോ തിയറി എക്സ്പ്ലെയിൻസ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. അതായത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ നമ്മളൊരു മിസ്റ്ററി ആയിട്ട് നിലനിന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ലാംഗ്വേജ് ഉത്ഭവിച്ചതെന്ന്. അതിൻ്റെ ഒരു എക്സാക്റ്റ് ഡീറ്റെയിൽസ് ഒറിജിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്കിപ്പോഴും ഇല്ല. ഓക്കെ, നമ്മുടെ ഒരു പാലിയോലിത്തിക് ഏജിലേക്ക് ഒരു ട്രാക്ക് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ് പലപ്പോഴും ആയിട്ട്. Then we can take also the examples from Neolithic age, the scripts they have carved in the caves. സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്, അവർ പഠിച്ച് അന്വേഷിച്ച് വരുന്നുണ്ട്, നമ്മുടെ ലാംഗ്വേജ്, അതായത് സ്പീക്കിംഗ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തത് ഇമിറ്റേഷനിലൂടെയാണ്. നമ്മുടെ കുട്ടികൾ, ബേബീസിനെ നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാൻ പഠിക്കുന്നത്, അതുപോലെ തന്നെ ചില സൗണ്ട്സൊക്കെ കേട്ട് സംസാരിക്കുന്ന ശൈലികൾ ഡെവലപ്പ് ചെയ്തു എന്നാണ് ഹിസ്റ്ററീസിൽ പറയുന്നത്. ആൻഡ് ദ ഹ്യൂമൻ ലാംഗ്വേജ് ഹാസ് മെനി മോർ ഫീച്ചേഴ്സ്. ബാക്കി ഏതൊരു ലിവിങ് ഓർഗാനിസം വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ലാംഗ്വേജാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. വി ഹാവ് സ്ക്രിപ്റ്റ് ഓൾസോ, റൈറ്റ്? ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ട്, അതിന് എന്താ പ്രൊനൗൺസ് ചെയ്യുന്ന പെർട്ടിക്കുലർ വേസ് ഉണ്ട്. ആൻഡ് കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സിന് ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദ പ്രൊനൗൺസിയേഷൻ സ്റ്റൈൽ ഓൾസോ ഡിഫർ ഫ്രം ഈച്ച് country and each neighbors or each natives, right? We are capable of producing new meaningful words also. Our language is passed on from generation to generation. നമ്മൾ തലമുറകളായി കൈമാറി വരുന്നതാണ് നമ്മുടെ ലാംഗ്വേജ്. ചെറിയ കുട്ടിയായിരിക്കുന്ന ഒരു ഇൻഫാൻറ്റ് എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്? നമ്മുടെ മുതിർന്ന ആൾക്കാരിൽ നിന്ന് അവരുടെ വാക്കുകൾ സംസാരിക്കുന്ന ആ ഒരു കേട്ട് അതിനെ അതുപോലെ അങ്ങ് ഇമിറ്റേറ്റ് ചെയ്യാണ് അല്ലേ? ആദ്യം നമ്മുടെ കുട്ടികൾ അമ്മ എന്നുള്ള വേർഡ് ഉച്ചരിച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉമ്മ എന്നുള്ള വേർഡ് ഉച്ചരിച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വിളിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാർ വിളിക്കുന്നതൊക്കെ കേട്ടാണത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ലാംഗ്വേജ് മാത്രമല്ല, ബോഡി ലാംഗ്വേജ് ഉണ്ട്, സൈൻ ലാംഗ്വേജ് ഉണ്ട്, ആനിമൽ ലാംഗ്വേജ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജസ് ആണ്. ബട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് ബെറ്റർ ദാൻ എവറിത്തിങ് എൽസ്. നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് ആണ്
ഒരു ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അതായത് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആർബിട്രേറിനെസ്, റിഫ്ലക്റ്റീവ്നെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്തൊക്കെയാണ്? ആർബിട്രറിനെസ്. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞത് അല്ലേ? എന്താ? അത് ക്രിയേറ്റിവിറ്റി ഉള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് എ യുണീക്ക് ക്വാളിറ്റി ഉള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ റിഫ്ലെക്സീവിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളതാണ്. നമുക്ക് ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ്. ബാക്കിയുള്ള ആനിമൽ കമ്മ്യൂണിക്കേഷനേക്കാളും കമ്പയർ ചെയ്യുന്ന സമയത്ത് സൗണ്ട്സും മൂവ്മെൻറ്റ്സൊക്കെ ഉള്ളതാണ് നമ്മുടേത്. ആൻഡ് വാർണിങ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ദെൻ ദർ ഈസ് നോ ലോജിക്കൽ correlation between a word or an object, but we conveys the meaning, right? ഒരു ട്രീന്നൊരു വേർഡ് കേൾക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ എത്തുന്നുണ്ട്. പക്ഷെ അത് രണ്ടിനും ഒരു തരത്തിലൊരു റിലേഷൻ ഉണ്ടാവില്ല സൗണ്ടിൽ. ബട്ട് വെൻ യു ഹിയർ ദ വേർഡ് ട്രീ, ദ ഇമാജിൻ ഓഫ് എ ട്രീ കംസ് ടു യുവർ മൈൻഡ്. ബിക്കോസ് നമ്മൾ ആ ഒരു വേർഡ് അവിടെ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജിനൊരു യുണീക്ക് ക്വാളിറ്റി ഉണ്ട്. Okay, whether it is a word from Malayalam or Hindi or any other language, we always make a kind of meaning in our head. We can now discuss about the origin of language. നമ്മുടെ എവ്രി ഡേ ആക്ഷൻസ് നമ്മുടെ ലാംഗ്വേജ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ? എഡ്വേർഡ് സാഫിയർ സേസ് ദാറ്റ് language is a purely human and non-instinctive method of communicating ideas, emotions, and desires by means of voluntarily produced symbols. Not everything we communicate through language is just an idea, emotion, or desire. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ എല്ലാം നമ്മുടെ ഒരു ലാംഗ്വേജിലൂടെ അല്ല ചെയ്യണത്. അത് കുറച്ച് നമ്മുടെ ഐഡിയാസ് ഉണ്ടാവും, കുറച്ച് നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും, കുറച്ച് നമ്മുടെ ഡിസയേഴ്സ് ഉണ്ടാവും. അതായത് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമാൻഡ് ചെയ്യാം, വാർണിംഗ് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം, ദെൻ നമ്മുടെ പ്ലാൻസ് പറയാം, നിയമങ്ങൾ പറയാം, കഥകൾ പറയാം. ഒക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ് പറയുന്നത്. അത് മൊത്തം ലാംഗ്വേജ് മാത്രമാണോ? അല്ലല്ലോ. നമ്മുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഇമോഷൻ, നമ്മുടെ ഐഡിയാസിനൊക്കെ ലാംഗ്വേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ നോട്ട് എവറിത്തിങ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഓൺലി ലാംഗ്വേജ്. ഓക്കെ, ഈ 3 കാര്യങ്ങളും കൂടി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് സാഫിയർ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് ലാംഗ്വേജിൻ്റെ ഒറിജിനിലുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ലാംഗ്വേജ് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ്, അതായത് നാച്ചുറൽ സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഉത്ഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, അതിന് നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷിൽ? ഓണമറ്റോപോയിക് വേർഡ്സ്. ONOMATOPOEIC, ഓണമറ്റോപോയിക് വേർഡ്സ്. അതാണ് നമ്മൾ ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ്. എക്സാമ്പിൾ കുക്കു, ക്രോ, ഷേപ്പ്. ഇതൊക്കെ അതിൻ്റെ സൗണ്ടിനെയാണ് കാണിക്കണം. അതിൻ്റെ പേരിലൂടെ സെയിം സൗണ്ട്സ് ആണ് അതിനെ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള വേർഡ്സൊക്കെ നാച്ചുറൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തതാണ്. ലൈക്ക് ഊസ്, ബസ്, റിപ്പിൾ, റൂം, ഹിസ്. ഇതൊക്കെ അതിൻ്റെ സൗണ്ട്സാണ് അല്ലേ? സോ ഈ തിയറീനെ കാണിക്കുന്നതാണ് ബൗവോ തിയറി. BOWWO. ഓക്കെ, ബൗവോ തിയറി. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ സെർട്ടൈൻ വേർഡ്സ് ഇമിറ്റേറ്റ് ചെയ്തതിലൂടെ, അതായത് നാച്ചുറൽ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുത്ത സെർട്ടൈൻ വേർഡ്സിനെ പറ്റിയിട്ടാണ് ഈ തിയറി കാണിക്കുന്നത്. ഹവർ the theory is limited in that it cannot explain the development of other words. ഈ തിയറി മൊത്തത്തിലൊരു ഫെയിലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കൂടിയും പൂർണ്ണമായും സക്സസ് ആയിരുന്നില്ല. കാരണം എല്ലാ വേർഡ്സിൻ്റെയും ഉത്ഭവം ഇങ്ങനെയാണെന്ന് നമുക്ക് പ്രസ്താവിക്കാൻ പറ്റില്ല. സോ this is the first theory which explains about the language. Then later ding dong theory was developed. അതായത് ബൗവോ തിയറീനെ പോലെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു തിയറിയാണ് എങ്കിൽ കൂടിയും അതെന്താ പറയുന്നത്? ദെൻ വി ഗോസ് ടു ഡിങ് ഡോങ് തിയറി. ഡിങ് ഡോങ് തിയറിയും നമ്മുടെ ബൗവോ തിയറി പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എൻ ഇമിറ്റേഷൻ ഫ്രം ദ നാച്ചുറൽ
but with our inner feelings or reactions to the environment, like a bell ringing, ding dong. അങ്ങനെ ഒന്നാണ് അവർ പറയുന്നത്. ഇഫ് സംതിങ് ഈസ് ബ്യൂട്ടിഫുൾ, പീപ്പിൾ മൈറ്റ് ഹാവ് നാച്ചുറലി മെയ്ഡ് എ പ്ലീസിങ് സൗണ്ട് ടു എക്സ്പ്രസ്. നമ്മൾ വാവ് ഒരു സൗണ്ട് ഉണ്ടാക്കില്ലേ, അതിൻ്റെ കൂടെ ഒരു എക്സ്പ്രഷനും കൂടി വരുന്നില്ലേ. ഇതിനൊക്കെയാണ് എന്താ ഡിങ് ടോങ് തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ നാച്ചുറൽ സൗണ്ട്സിനെ മാത്രമല്ല, അതിൽ നിന്ന് കുറച്ചൊരു എക്സ്പ്രഷനും കൂടി ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഡിങ് ടോങ് തിയറി ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. it is really speaking that language is a natural reaction to external stimuli, not ജസ്റ്റ് കോപ്പിങ് ദ സൗണ്ട്. അതായത് ബൗ തിയറി പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി നാച്ചുറലിൽ നിന്ന് സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമല്ല ലാംഗ്വേജ് ചെയ്യുന്നത്, അതിൽ നിന്നും നമ്മളെന്താ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റീവ്സ് ആയിട്ടുള്ള റെസ്പോൺസിനെ ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് കംപ്ലീറ്റ്ലി എന്താ നേച്ചറിനെ കോപ്പി ചെയ്യുന്നില്ല. ലാംഗ്വേജ് കെയിം ഫ്രം ദ ഇന്നർ റിയാക്ഷൻസ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ തിയറി പ്രപ്പോസ് ചെയ്തതാരാ? മാക്സ് മുള്ളർ. ഓക്കെ, അതിൽ സ്ട്രെസ് ഓൺ ദ റിതം ഓഫ് നേച്ചർ വിച്ച് ക്രിയേറ്റഡ് എ സെൻസറി ഇംപ്രഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഈസ് ഓൾസോ ബീൻ ഡിസ്കസ്ഡ്. ഓക്കെ, സോ ദെൻ വാട്ട് അബൌട്ട് ദ തേർഡ് തിയറി? തേർഡ് തിയറി എന്താണ്? ഭൂഭൂ തിയറി. ഇതിലെന്താ പറയുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ ആ സൗണ്ടിൽ തന്നെ എന്താ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇറ്റ് മീൻസ് ടു മേക്ക് ഫൺ ഓഫ് സംതിങ് ഓർ സം വൺ. അതായത് നമ്മുടെ പെയിൻ ഇല്ലെങ്കിൽ ഒരു ഷോക്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു പ്ലഷറൊക്കെ നമ്മൾ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് എന്താ ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ സ്പീച്ചിലൂടെയാണ് പുറത്ത് ആൾക്കാർക്ക് അറിയിക്കുന്നത് എന്നാണ് എന്താ ഈ തിയറിയിലൂടെ പറയുന്നത്. വെൻ വി ആർ ഹാപ്പി വി യൂസ് ദ വേർഡ് ഹ ഹ അല്ലേ? നമ്മൾ ചിരിക്കുന്ന സമയത്ത് ഹ ഹ ഹ എന്നാക്കിയിട്ടല്ലേ ചിരിക്കാറ്. അതൊക്കെ എന്താ പൂപ്പൂ തിയറി പറയണത് ഏർലി ലാംഗ്വേജ് നാച്ചുറൽ സൗണ്ട്സ് മാത്രമല്ല, വെൻ ദേ ഫീൽ ഇമോഷൻസ് ദ സൗണ്ട്സ് സ്ലോലി ബിക്കെയിം വേർഡ്സ്. അങ്ങനെയാണ് പൂപ്പൂ തിയറിയിൽ പറയുന്നത്. നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ നമ്മൾ ഓരോരോ സൗണ്ട്സ് വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പം എന്തെങ്കിലും ഇട്ട് വേദനിച്ചു, ഒരു നടക്കുന്ന സമയത്ത് കാല് ഡോറിനെ അടിച്ചു, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഔച്ച്. അതെന്താ ആ ഒരു പെയിനെ കാണിക്കുന്നതാണ്. ആ വേർഡാണ് സൗണ്ടാണ് പിന്നീട് ഒരു വേർഡായി മാറി എന്നാണ് പറയുന്നത്. ദെൻ വെൻ വി ആർ ഗെറ്റിംഗ് സർപ്രൈസ്ഡ് അല്ലെങ്കിൽ വാവ്, ആ സൗണ്ട്സൊക്കെ എന്താണ് പിന്നീട് ഒരു വേർഡായി മാറാണ്. ആ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കൊക്കെ ചെയ്തൊരു വേർഡായി മാറുന്നത് എന്താണ് പറയുന്നത്? പൂഫു തിയറിയിൽ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് ഇല്ലെങ്കിൽ നാച്ചുറൽ സൗണ്ട്സിന് പുറമേ നമ്മുടെ ഫീലിംഗ് ചെയ്യുന്ന ഇമോഷൻസിനൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പായിട്ടുണ്ടെന്ന് പറയുന്നു. Okay, and they say that language did not start by imitating animal sounds. Instead, it came from human emotions like pain, joy, surprise and fear. അതായത് പൂപ്പൂ തിയറി പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ നാച്ചുറൽ സൗണ്ട്സ് ആയിട്ടുള്ള ആനിമൽ സൗണ്ടിൽ നിന്നല്ല ലാംഗ്വേജ് ഉത്ഭവപ്പെട്ടിട്ടുള്ളത്. മോർ ദാൻ ദാറ്റ് ഹ്യൂമൻ ഓൺ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എന്നൊക്കെയാണ് വന്നിട്ടുള്ളതെന്നാണ് പൂപ്പൂ തിയറി പ്രസ്താവിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് യോഹിയോ തിയറി വെച്ച് എന്താ? നമുക്ക് കുറച്ചെങ്കിലും ആൾക്കാർക്ക് കേട്ടറിയുന്ന വേർഡ്സാണ്. ഹീ ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? നമ്മളെ എന്താ ആൾക്കാർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ പെയിൻ ലെസ്സർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ വേർഡ്സ് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യും അല്ലേ? ഹിയ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മരത്തടിയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാം. മെൻ ഭയങ്കരമായിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോരോ വേർഡ്സ് ഇങ്ങനെ അട്ടർ ചെയ്യും ഋതത്തിലൂടെ. നമ്മുടെ എഫേർട്ടിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദിസ് സൗണ്ട്സ് ആർ മെയ്ഡ് ഇൻവോളണ്ടിയർലി ടു റെഡ്യൂസ് ദെയർ മസ്കുലാർ എഫേർട്ട്. ആൻഡ് ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ദാറ്റ് ആർഗ്യൂസ് the language developed from such expressions of labor. അതായത് യോഹിയോ തിയറിയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹാർഡ് ആയിട്ടുള്ള ഫിസിക്കൽ വർക്ക്സിലൂടെ ആൾക്കാർ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത വേർഡ്സിൽ നിന്നാണ് പുതിയ പുതിയ വേർഡ്സ് ഡെവലപ്പായി ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് ആയി എന്നാണ് അവർ പറഞ്ഞത്. അതായത് ലാംഗ്വേജ് ഗ്രൂ ഫ്രം റിതമിക് grunts, chants and shouts made during group work. These sounds help coordinate team efforts and build a shared rhythm. ഇങ്ങനെയാണ് യോഹിയോ തിയറിയിൽ പറയുന്നത്. അത് ഒരു റിതമിക് സൗണ്ട്സ്
ഗ്രൂപ്പ് വർക്കിൽ ചെയ്തുകൊണ്ടായ സൗണ്ട്സ് പിന്നീട് ലാംഗ്വേജായി മാറി എന്ന് പറഞ്ഞു. പക്ഷേ ഈ തിയറിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ഗ്രൂപ്പ് സൗണ്ട്സ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ഹൗ ഡീറ്റെയിൽഡ് ഗ്രാമർ ആൻഡ് ഫുൾ സെൻറ്റൻസ് ലേറ്റർ ഡെവലപ്ഡ്. ഇത്രയും കാര്യങ്ങൾ എന്താ ചെറിയ ചെറിയ മൈന്യൂട്ടായ ലിമിറ്റേഷൻസും ഉണ്ട് എല്ലാ തിയറീസിനും അല്ലേ. ഇവർ പറയുന്നത് എന്താ, ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ സൗണ്ട്സിലൂടെയാണ് ലാംഗ്വേജ് ഉണ്ടായെന്ന് അല്ലേ. ഗ്രൂപ്പ് വർക്ക് ചെയ്തു, ഒരു സൗണ്ട് ചാൻറ്റ് ചെയ്തു, അതിലൂടെ ലാംഗ്വേജ് ഡെവലപ്പായിരുന്നു. പക്ഷേ ബാക്കി ഗ്രാമറും സെൻറ്റൻസൊന്നും ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. സോ ദ ലാസ്റ്റ് തിയറി, ദ ജെസ്റ്റർ തിയറി വാസ് ഫോം. ജെസ്റ്റർ തിയറിയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ that language first developed from hand movements, facial expressions and body gestures, not from sounds. ഇത്രയും സമയം എന്താ പറഞ്ഞത്, സൗണ്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ആനിമൽ സൗണ്ടിൽ നിന്നാണ്, ഇല്ലെങ്കിൽ എന്താ ആക്ഷൻ സൗണ്ട്സ് ആണ് ലാംഗ്വേജ് വന്നതെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ജെസ്റ്റർ തിയറി എന്താണ് പ്രസ്താവിക്കുന്നത്, നമ്മുടെ ലാംഗ്വേജ് ഫസ്റ്റ് ഡെവലപ്പായത് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സിൽ നിന്നും ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും ബോഡി ജെസ്റ്റേഴ്സിൽ നിന്നുമാണ്, സൗണ്ട്സിൽ അല്ല എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ വേവിങ് ഓഫ് എ ഹാൻഡ്, അങ്ങനെ നമ്മുടെ ഒരു കൈ ജസ്റ്റ് ഒന്ന് വേവ് ചെയ്യാണ്, അതെന്ത് കാണിക്കുന്നു, ഹലോ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ തമ്പപ്പ് ചെയ്തിട്ട് ഒരു അപ്രൂവൽ കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. സോ before humans spoke words, they communicated using gestures. Over time, these gestures became linked to sounds and spoken language developed. അവർ പ്രസ്താവിക്കുന്നത് എന്താണ്, ഏർലി ഹ്യൂമൻ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ആൻഡ് ദർ വർ നോട്ട് ഡെവലപ്ഡ് വോക്കൽ കൺട്രോൾ യെറ്റ്. ഗ്രാജ്വലി ഹ്യൂമൻസ് ഇവോൾവ്ഡ് ബെറ്റർ കൺട്രോൾ വോയിസ്. ആൻഡ് എന്താ, അതിന് ശേഷമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് സെറ്റായതിന് ശേഷമാണ് അവർക്ക് ടങ്ങും മൗത്തും ത്രോട്ടൊക്കെ ഒന്ന് സെറ്റായത് സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അവർ ജെസ്റ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോഴും ജെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ വെരി സ്ട്രോങ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്. സൈൻ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴും നമ്മൾ ഹിയറിംഗ് ഇമ്പയർഡുള്ള ആൾക്കാർക്ക്. അപ്പോൾ അവർ പറയുന്നത് എന്താ, ജെസ്റ്റേഴ്സിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട്. ബട്ട് ഈവൻ ദിസ് theory have a limitation. Gestures work when you can see each other. They are not useful in the dark or at a distance. So humans needed sounds too. ഏതൊരു തിയറി എടുത്ത് നോക്കിയാലും അതിലൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആൻഡ് എന്താ, ഇറ്റ് വിൽ ഹാവിങ് എ കൈൻഡ് ഓഫ് ഡിഫക്റ്റ്, റൈറ്റ്. All these 5 theories are the theories which shows the language origin. നമുക്ക് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ലാംഗ്വേജ് ഒറിജിൻ ആയത്, അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറയുന്ന കുറച്ച് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ദീസ് ആർ ദ ഓൾ മേജർ തിയറീസ് ഇൻ ദ ലാംഗ്വേജ് ഒറിജിൻ. നൗ block 1 unit 2 barriers of communication. We can go through the what are the barriers of communication. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്, അക്വയർ ആൻ ഐഡിയ ഓൺ ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡീറ്റെയിൽ the etiquettes of communication, get awareness on the features of the formal and informal communication, and last we have to find out the differences between oral and written communication. So when we go through the barriers of communication, we can see psychological barriers, emotional barriers, physical barriers, cultural barriers, then physiological barriers, organizational barriers, and semantic barriers. So physical barriers കൊണ്ട് തുടങ്ങാം നമുക്ക്. ഓക്കെ, വാട്ട് ഈസ് കൈൻഡ് ഓഫ് ഫിസിക്കൽ ബാരിയേഴ്സ്? നമുക്ക് ഉണ്ടാവുന്ന ഒരു കമ്മ്യൂണിക്കേഷണൽ പ്രോബ്ലമാണ് ഫിസിക്കൽ ബാരിയേഴ്സ്, റൈറ്റ്. പ്രോബ്ലംസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, ഭയങ്കര ബാഡ് ഫോൺ സിഗ്നൽസ്, ഇല്ലെങ്കിൽ എന്താ ഭയങ്കര നോയ്സ് ഒക്കെ ഉണ്ടാവണത് ഒരു ഫിസിക്കൽ ബാരിയറാണ്, റൈറ്റ്. നമുക്ക് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഒരു ഫിസിയോളജിക്കൽ എഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. മേ ബി എന്തെങ്കിലും ഒരു സ്പെസിഫിക്കൽ പ്രോബ്ലംസോ ഇൽനെസ്സൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവുന്നതിനാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്? നമുക്ക് ഉണ്ടാവുന്ന ഡിഫിക്കൽറ്റി, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫിക്കൽറ്റി, മേ ബി സ്റ്റേജ് ഫിയർ ആവാം, സ്പീച്ച് ഇഷ്യൂസ് ആവാം, ദെൻ ഡിപ്രഷൻ സ്റ്റേജ് ആവാം. ഇതൊക്കെ നമ്മുടെ ഇഷ്യൂസാണ് സൈക്കോളജിക്കൽ.
സോ ഇത് കാരണം നമുക്ക് കംപ്ലീറ്റായി ചിലപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാ ആൾക്കാരുടെ അടുത്തും. സോ ദിസ് ഈസ് കോൾഡ് വാട്ട് ഈസ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ദെൻ ദ തേർഡ്, ഇമോഷണൽ ബാരിയേഴ്സ്. നമ്മൾ ഇമോഷണൽ ബാരിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് വേഗം കംഫർട്ടാവും അല്ലേ? ആ ആൾക്കാരുടെ അടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഈസി ആയിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ബൗണ്ടറി ഇല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഇമോഷൻ, ആ ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് നമ്മൾ ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറയും. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മൊത്തത്തിലും എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി പറ്റും ആ സമയത്ത്. പേഴ്സൺസ് എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ് മൈറ്റ് be concluded by emotions like anger, impatience, and humor. Hence, effective communication requires the ideal balance of information and emotion. Right? നമ്മൾ ഇമോഷണൽ ബാരിയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇൻബാലൻസ് ചിലപ്പോൾ ഫീൽ ചെയ്യാം. സോ ദിസ് ഇസ് called the emotional barriers. And this next one, cultural barriers. We all work from different cultures, right? എല്ലാവരും എല്ലാ കൾച്ചറിൽ നിന്നും സെയിം ആയിട്ട് വരണമെന്നില്ലല്ലോ. സോ പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ട്രഡീഷണൽ ബിലീഫ് ഓർ ഹാബിറ്റ്. ഇപ്പോൾ ചില ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ടാബൂസ് ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാവുന്ന ഒരു കൾച്ചറൽ ബാരിയർ, അത്രയേ ഉള്ളൂ. ഓക്കെ. ദെൻ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. അതെന്താ? നമുക്ക് ചില സമയത്ത് ചില പ്രോബ്ലംസ് കൊണ്ട് പറയാൻ പറ്റണമെന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. നമ്മുടെ വോയിസ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ആവും, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇല്ലാണ്ടാവുന്ന സമയമൊക്കെ വരുമല്ലോ, അതൊക്കെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ വരാം. ഓക്കെ. ദെൻ ദ ഫസ്റ്റ് വൺ വാസ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, നമ്മുടെ വോയിസ് ഇൻട്രപ്റ്റായി പോവുക, അല്ലെങ്കിൽ റേഞ്ച് ഇഷ്യൂസ് വരാം, ഫോൺ കോളൊക്കെ ഇഷ്യൂസ് വരുന്നതിനാണ് ഫിസിക്കൽ എന്ന് പറഞ്ഞത്. ഫിസിയോളജിക്കലാണ്. ഫിസിക്കലും ഫിസിയോളജിക്കലും മാറരുത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. അതായത് പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് കമ്പനി ഓർ ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ്. അതായത് ചില കമ്പനിയിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവാം. ഹിയറിംഗ് പ്രോബ്ലംസ്, ടു മെനി ഒജാറിറ്റി ഭയങ്കര ലെവലായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ കൺഫ്യൂസ് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ വരാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻകംപ്ലീറ്റ്നെസ്സിൽ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. അതൊക്കെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സിലേക്ക് വരുന്നത്. ഓക്കെ. ദെൻ മിസ്ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇതും എല്ലാം കൂടി ആകെ മൊത്തം ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ ആവും ലാസ്റ്റ്. ഓക്കെ, അതിനെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെമാൻറ്റിക് ബാരിയേഴ്സ്. സെമാൻറ്റിക് ബാരിയർ ഇസ് അനദർ ടേം ഫോർ ലാംഗ്വേജ് ബാരിയർ. അതായത് ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഇസ് ദ റൂട്ട് കോസ് ഓഫ് ദിസ് ബാരിയർ. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക്, അതായത് ലിസണറിന്, അത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഇൻഫോർമേഷനാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്കൊരു സെമാൻറ്റിക് ബാരിയർ ഫീൽ ചെയ്യും. അതായത് ആസ് എ റിസൾട്ട് അവരൊരു കോംപ്ലിക്കേഷൻ വരും ഇൻഫോർമേഷൻ ഡെലിവറി ചെയ്ത മെത്തേഡിൽ. അതുകൊണ്ടാണ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ക്യാൻ ഓൾസോ occur when an information is sent using technical words that the recipient does not understand. ചില ടേംസ് പറയും ചില ആൾക്കാർ ചില കമ്പനീസിലൊക്കെ. ആ സമയത്ത് ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല എന്താണ് ഈ പറയണത് എന്ന്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഒരു പെർട്ടിക്കുലർ ടേം അവർ ഫെമിലിയർ അല്ലെങ്കിൽ അവിടെ ഒരു സെമാൻറ്റിക് ബാരിയർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബാരിയേഴ്സ് ഇൻ ദ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സെറ്റിങ്സിൽ നമ്മൾ കൺവേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്, ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫർ ഫ്രം ദ ഇൻഫോർമൽ വൺ, റൈറ്റ്? ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫോർമേഷൻ യൂസിങ് ദ പ്രോപ്പർ ചാനൽസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. Formal communication includes a conversation between superiors and subordinates. Make sure the messages have been delivered accurately and having a proper conversation
are the major goals of this communication. അതായത് നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കണ പോലെ നമ്മളൊരു സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിനെന്തൊരു പെർട്ടിക്കുലർ ഒരു പ്രൊഫഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഒരു വേ ഉണ്ട്. റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേ ആയിക്കോട്ടെ, അതിലൊരു ഒരു റെസ്പെക്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ? ആ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. There are 4 different types of formal communication, such as upward, downward, vertical, and horizontal communication. So, we can discuss about the vertical communication. Vertical എന്ന് വെച്ചാൽ എന്താ? Communication flows up and down the organizational structure, includes both upward and downward communication. ഓക്കെ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു കീപ് ദ എൻറ്റയർ സിസ്റ്റം കണക്റ്റഡ്. എംപ്ലോയീസ് റിപ്പോർട്ട് അപ്പ് ആൻഡ് മാനേജേഴ്സ് ഇൻസ്ട്രക്ട് ഡൗൺ. ബോത്ത് ഒരു എംപ്ലോയീസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യവും മാനേജ് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും അതിനെയാണ് ഒരു വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനായി കൺസിഡർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എംപ്ലോയി ഒരു റിപ്പോർട്ട്, ഒരു സെയിൽസ് റിപ്പോർട്ട് ഫിഗർ ചെയ്യാണ് മാനേജറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ മാനേജർ അതിനനുസരിച്ചുള്ള പുതിയ പുതിയ ടാർജറ്റ് തിരിച്ച് എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. ഹിയർ ദ ബോത്ത് അപ്വേർഡ് ആൻഡ് ദ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഷോൺ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. ബോത്ത് അപ്വേർഡും ഡൗൺവേർഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനെ ഒരുമിച്ച് കാണിക്കുന്നതിനെയാണ് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ബിറ്റ്വീൻ പീപ്പിൾ അറ്റ് ദ സെയിം ലെവൽ, അത് സെയിം റാങ്ക് അല്ലെങ്കിൽ ഒരു സെയിം ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ പേർപ്പസ് ഈസ് ടു കോർഡിനേറ്റ് വർക്ക്, ഷെയർ ഇൻഫർമേഷൻ, സോൾവ് പ്രോബ്ലംസ് ടുഗെദർ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 2 ടീച്ചർമാർ കൂടിയിരുന്ന് ഒരുമിച്ച് ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടീം മെമ്പേഴ്സ് കൂടിയിട്ട് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിനൊക്കെ എന്തുവായി പറയാം? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനായിട്ട് പറയാം. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് 2 സെയിം ലെവലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 2 2 കൂടുതൽ ആൾക്കാർ, സെയിം ലെവൽ ഓഫ് റാങ്ക് ഉള്ള ആൾക്കാർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് അബൌട്ട് ദ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ? അതായത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ബിറ്റ്വീൻ പീപ്പിൾ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ആൻഡ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ, നോട്ട് ഫോളോയിങ് ദ സ്ട്രെയിറ്റ് ചെയിൻ ഓഫ് കമാൻഡ്. അതായത് നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ പറഞ്ഞത് സെയിം സെയിം ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ആൾക്കാർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഡയഗണൽ കമ്മ്യൂണിക്കേഷനാകുമ്പം അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് റാങ്ക്സ്, ഇറ്റ് സേവ്സ് ടൈം ആൻഡ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ആളുടെ HR-ഓടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താണ് റിക്രൂട്ട്മെൻറ്റിനെ പറ്റി. അതൊരു ഡയഗണൽ കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്റ്റ്ലി ഫിനാൻസ് മാനേജറോട് പറയാണ് അവരുടെ ബഡ്ജറ്റ് അപ്രൂവലിനെ പറ്റിയിട്ട്. ഇതൊക്കെ ഒരു ഒരു ഡയഗണൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ചെറുപ്പം വലുപ്പം നോക്കാതെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫറെൻറ്റ് റാങ്കിൽ ആൾക്കാർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ബോത്ത് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. നമുക്ക് ഇൻഫോർമലായിട്ടും ഫോർമലായിട്ടും ഉള്ള സിറ്റുവേഷൻസിൽ ഇത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് സാധിക്കും. ഇറ്റ് മേക്സ് വർക്ക് ഫാസ്റ്റർ ബട്ട് ക്യാൻ ക്രിയേറ്റ് കൺഫ്യൂഷൻ ഇഫ് ബോസസ് ആർ നോട്ട് ഇൻഫോംഡ്. ഇറ്റ് ഈസ് കോമൺ ഇൻ മോഡേൺ കമ്പനീസ് വെയർ ഫ്ലെക്സിബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഡയഗണൽ കമ്മ്യൂണിക്കേഷനിൽ. കാരണം ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഇഫ് നോട്ട് പ്രോപ്പർലി മാനേജ്ഡ് മേ ബി, അല്ലേ? നമ്മൾ തലയിരുന്നിട്ട് വാലാടാൻ സമ്മതിച്ച എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ is a little bit risky one too. And the next one, upward communication. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ബോത്ത് അപ്വേർഡ് ആൻഡ് ദ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദെയർ.
അപ്പോൾ അപ്വേർഡ് എന്താണെന്ന് പറയണ്ടേ? യെസ്, ഇൻഫോർമേഷൻ ഫ്ലോസ് ഫ്രം ലോവർ ലെവൽസ് ടു ഹയർ ലെവൽ. എംപ്ലോയീസിൽ നിന്ന് മാനേജേഴ്സിലേക്ക് പാസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ടു ഗിവ് ഫീഡ്ബാക്ക്, റിപ്പോർട്ട് പ്രോബ്ലംസ്, ഷെയർ സജഷൻസ്, ഇതൊക്കെയാണ് ഒരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസായി കണക്കാക്കുന്നത്. ഒരു വർക്ക് ആളുടെ റിപ്പോർട്ട് ബോസിന് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് ഫോംസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നതൊക്കെ എന്താണ്, ഒരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷനായി കാണിക്കാം. അതായത് ഒരു എംപ്ലോയിൽ നിന്നും ഒരു മാനേജറിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനായി കണക്കാക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? നേരെ തിരിച്ച് ഫ്രം ദ ഹയർ ലെവൽസ് ടു ലോവർ ലെവൽസ്, മാനേജറിൽ നിന്നും എംപ്ലോയീസിലേക്കുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനായി പറയുന്നത്. ടു ഗിവ് ഇൻസ്ട്രക്ഷൻ, assign work, announce policies, we use downward communication. ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ബോസ് ആളുടെ ടീമംഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു മെമോ, ഇതൊക്കെ ആണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നോൺ ഒഫീഷ്യൽ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഐഡിയാസ് ആർ ഫ്രീലി കൺവേഡ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ വിതൗട്ട് അഡറിങ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്, ഫോർമാലിറ്റീസ് ഓർ സിസ്റ്റംസ് ഇൻ എ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതായത് ഒരു കമ്പനിയിൽ എടുക്കേണ്ടതായ ചില അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആവുന്ന സമയത്ത് ആ ഒരു ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു പേഴ്സണൽ ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും പീപ്പിൾസിൻ്റെ അടുത്ത്. ഒരു ഫ്രണ്ട്സ് പോലെ, ഒരു പിയേഴ്സ്, ഒരു ഫാമിലി ക്ലബ്ബൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ഓൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. നൗ വി ഡിസ്കസ് അബൌട്ട് ദ കമ്മ്യൂണിക്കേഷൻ എത്തിക്വിറ്റി. അതായത് നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ബിഹേവ് പൊലൈറ്റ്ലി, റെസ്പെക്റ്റ്ഫുള്ളി ആൻഡ് പ്രൊഫഷണലി വെൻ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒഴിവാക്കാനൊക്കെ നമ്മൾ ഒരു റെസ്പെക്റ്റ്ഫുള്ളായി ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് കുറച്ച് റൂൾസ് ആൻഡ് നോംസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്വിറ്റി എന്ന് പറയുന്നത്. അതായത് വി ഹാവ് ടു ബി പൊലൈറ്റ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ, ലിസൺ കെയർഫുള്ളി, be clear and concise, and use appropriate body language, respect differences, choose the right time and place, and maintain a positive tone. ഇതൊക്കെ നമ്മളൊരു എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഒരു എക്സാമ്പിളാണ് നമ്മൾ എത്രത്തോളം ആൾക്കാരെ ഒരു റെസ്പെക്റ്റ് ചെയ്ത് ഒരു വെൽ ബിഹേവ്ഡ്, വെൽ മാനേർഡായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതും കമ്മ്യൂണിക്കേഷൻസ് എറ്റിക്വിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദ മേജർ പാർട്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് ഓറൽ ഓർ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, വിച്ച് ഈസ് ദ ബെസ്റ്റ്, റൈറ്റ്? നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു സെഷനാണ്. നമുക്കൊരു എസ്സേ ഓർ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ വി ഓൾ നോ വാട്ട് ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ്, റൈറ്റ്? Oral communication is the process of sending messages or reports orally from the dispatcher to the receiver. നമ്മൾ വായി കൊണ്ടുള്ള സംസാരം, അതിനെയാണ് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനായിട്ട് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി നോ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെച്ചിട്ടുള്ള നമ്മൾ കോളിംഗ് ഒക്കെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷനായി കാണിക്കുന്നത്. ദെൻ വാട്ട് അബൌട്ട് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ? We share the information through return symbols as a letter, messages, emails, reports, right? ടെക്സ്റ്റ് മെസ്സേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇമെയിൽ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റൈറ്റിംഗ് ഒക്കെ. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ്, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഈസ് എംപ്ലോയ്ഡ് ആസ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പെസിഫിക് സെറ്റിങ്സ് ലൈക്ക് സ്കൂൾ, കോളേജസ് ആൻഡ് ബിസിനസ് സ്ട്രക്ചർ. നമ്മൾ ഓറലിയും റിട്ടേണായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ടെങ്കിലും കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ഒരു ഫോർമലായിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓൾവേസ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. നമ്മൾ ലീവാക്കിയാൽ
പിറ്റേന്ന് ലീവ് ലെറ്ററൊക്കെ എടുത്തിട്ടല്ലേ പോകാറ്. അതിനെന്താ റിട്ടേൺ കമ്മ്യൂണിക്കേഷനായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇമെയിൽ രൂപേണയോ ഒരു റിപ്പോർട്ടായിട്ടൊക്കെ നമ്മൾ കൊടുക്കും. അതൊക്കെ എന്താ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. സോ in contrast to written communication, oral communication lacks any kind of record or drafting. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു റെക്കോർഡ് ഇല്ലാത്തതാണ് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഏറ്റവും വലിയ ഡിഫക്റ്റാക്കി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. While written communication requires some cost, spoken communication is inexpensive. നമ്മളൊരു ടാബിൾ വരച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ വിൽ ഹാവ് ദ ഡിഫറൻസ് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ വി ക്യാൻ ടാബിലൈസ് ദാറ്റ് ആസ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എക്സ്പെൻസീവ് ആണെങ്കിൽ സ്പോക്കൺ ഈസ് ഇൻഎക്സ്പെൻസീവ്. വൈൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് മോർ ടൈം ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക്. ഓറൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് റെസ്പോൺസ് വെരി ക്വിക്കായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും അല്ലേ. ആൾക്കാരുടെ ഫീഡ്ബാക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ലേ ഓറൽ കമ്മ്യൂണിക്കേഷന്. ദെൻ തിരിച്ചുള്ള മെസ്സേജസും നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷനെ പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, റൈറ്റ്. ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ് ഇറ്റ് എനാബിൾസ് ദ മെസ്സേജ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് പിച്ച് ആൻഡ് ടോൺ. നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിന് നന്നായിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ അറിയാൻ പറ്റും. ഒരാൾ കേൾക്കുന്ന സമയത്ത് ആ ഒരു പിച്ച് ആൻഡ് ടോൺ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത്രത്തോളമാണ് കാര്യങ്ങൾ. ഒരു ഹൈ പിച്ച് ലോ പിച്ച് സൗണ്ട് മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് ആ കാര്യം നമുക്ക് ഗ്രഹിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ വായിച്ചെടുക്കുന്ന സംഭവങ്ങളോ അത്ര പെട്ടെന്ന് ആൾ പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല അല്ലേ. നമ്മൾ വായിക്കണതും അവർ പറയണതും രണ്ട് സ്റ്റൈലാണെങ്കിൽ മൊത്തത്തിൽ അർത്ഥം മാറും അല്ലേ. അതുകൊണ്ട് നമ്മളെന്താ മെയിനായിട്ട് both have the disadvantages and advantages. So both oral communication and written communication makes effective in the variety of ways we present, right? An effective oral communication we need clarity, consciousness and precision. അതായത് നന്നായിട്ടൊരു ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കണം അല്ലേ. ക്ലാരിറ്റി ഉണ്ടാവണം. ദെൻ ഇറ്റ് ഷുഡ് ബി കൊഹറൻറ്റ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം, കൺസൈസ് ആയിരിക്കണം ആൻഡ് കോർട്ടസി ഉണ്ടായിരിക്കണം. അതൊരു റെസ്പെക്റ്റ് സംസാരിക്കുമ്പോൾ വേണം അല്ലേ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് നീഡ് ക്ലിയർ, ഷോർട്ട്, കറക്റ്റ് ആൻഡ് പൊളൈറ്റ് വേ. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ക്ലിയർ ആയിരിക്കണം, ഷോർട്ടായിരിക്കണം, കറക്റ്റായിരിക്കണം, പൊളൈറ്റായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ബ്രീഫായിട്ട് വേണം പറയാൻ നോക്കാൻ. ക്ലിയറായിട്ട്, ആക്യുറേറ്റായിട്ട്, പൊളൈറ്റായിട്ട് വേണം പറയാൻ. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, ബ്രീഫായിരിക്കണം, ആക്യുറേറ്റ് ആൻഡ് ഷുഡ് ബി പൊളൈറ്റ് അല്ലേ. നമ്മൾ പറയുന്നത് നല്ല ക്ലാരിറ്റിയിൽ സംസാരിച്ച് നോക്ക്. അത് കൺസീസായിട്ട് നമ്മുടെ വേണ്ട കാര്യങ്ങൾ മാത്രം, എക്സ്ട്രാ അല്ലറ ചില്ലറ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ കറക്റ്റ് ഗ്രാമർ ഫാക്ട്സൊക്കെ വെച്ച് നമ്മൾ ആ പറയേണ്ട കാര്യങ്ങൾ ഒരു റെസ്പെക്റ്റ്ഫുൾ ടോണിൽ പറയുകയാണെങ്കിൽ, സിമ്പിൾ സെൻറ്റൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേ, റൈറ്റ്. So this is all about the Unit 2. Now we can discuss about Unit 3, 4 skills of communication. നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ടെക്നിക്സ്. ഇത് 4 ഉണ്ടെങ്കിൽ എന്താവും? നന്നായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും അല്ലേ. സോ LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 സ്കിൽസ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. ലിസണിങ് സ്കിൽ നമുക്ക് നോക്കാം. ലിസണിങ് സ്കിൽ എന്ന് വെച്ചാൽ എന്താ? കേൾവി. നോട്ട് എവ്രി വൺ ഈസ് എ ഗുഡ് ലിസണർ, റൈറ്റ്. ചില ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ വേഗം മടുപ്പ് വരും അല്ലേ. ചില ആൾക്കാർക്ക് ഇരുന്ന് കേൾക്കും, നമ്മുടെ ഭയങ്കര പേഷ്യൻ്റായിട്ട് ഇരുന്ന് കേൾക്കും അല്ലേ. സോ ഗുഡ് ലിസണിങ് ഹാബിറ്റ്സ് ആർ എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് പ്രൈമറി സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്റ്റീവ് ലിസണിങ് ഇസ് എ പാർട്ട് ഓഫ് എ ഗുഡ് കോൺവെർസേഷൻ. നമ്മൾ നന്നായിട്ട് ഇരുന്ന് കേൾക്കുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു കോൺവെർസേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലൊരു കേൾവി സ്രോതസ്സുള്ള ഒരാളാണെങ്കിൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ദ ബെറ്റർ പാർട്ട്, റൈറ്റ്. സോ നമ്മളിന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഈ 4 ക്വാളിറ്റീസിനെ പറ്റിയാണ്. ഒരു ലിസണർ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ നല്ലൊരു സ്പീക്കറും കൂടി ആവാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമല്ല അതിനെ പറ്റിയുള്ള കാര്യം നന്നായി സ്പീക്ക് ചെയ്യാനും പറ്റുള്ളൂ, റൈറ്റ്.
So, listening and speaking, writing and reading, we'll be discussing detailed. ഒരു ഗുഡ് ലിസണർ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കോൺവെർസേഷൻ നല്ല നിലയിൽ കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിക്ക് ലിസൺ ചെയ്യണം. ദ വെർബൽ കോമ്പീറ്റൻസ് ഓഫ് ദ സ്പീക്കേഴ്സ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഒരു ഇൻകംപ്ലീറ്റ് അട്ടറൻസൻസ് ഉണ്ടാവാൻ പാടില്ല. ദെൻ ദ മെയിൻ തിങ്, ക്വാളിറ്റി ഓഫ് ലിസണിങ് ഷുഡ് ബി kept without any hesitation and pause. Then learner's ability to overcome the distraction. നമ്മൾ മെയിൻലി മലയാളത്തിൽ ചുരുക്കി പറയാം, അതായത് മെയിൻലി ഒരു ഗുഡ് ലിസൺ ആവണമെങ്കിൽ നമ്മളെന്താ സ്പീച്ചിൻ്റെ മോഡുലേഷനൊക്കെ സെറ്റാക്കി ജാർഗൻസൊക്കെ മാറ്റി ഒരു ലോക്കൽ കൊളോക്കിയൽ എക്സ്പ്രഷൻസൊക്കെ വെച്ച് ലിസണർക്കും സ്പീക്കറിനും മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ച് ഒരു ലിസണറിൻ്റെ പ്രയോറിറ്റീനൊക്കെ കൊടുത്ത് ആളുടെ നോളജിനൊക്കെ അറിയുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കിനായിരിക്കണം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്പീക്കിങ്ങിനെ പോലെ തന്നെ ലിസണിങ്ങിലും നന്നായിട്ട് എഫക്റ്റീവായി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ഈസ് കൺസിഡർ ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്, റൈറ്റ്? ആ സമയത്ത് നമ്മൾ എത്ര നന്നായിട്ട് സംസാരിക്കുന്നു, എത്ര നന്നായിട്ട് ഫ്ലുവൻ്റായിട്ടുണ്ടോ എന്നല്ല കാണിക്കുന്നത്. അവിടെ എത്ര നന്നായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് നമ്മുടെ കോൺഫിഡൻറ്റിനെ ബിൽഡ് ചെയ്യും, റൈറ്റ്? കമ്മ്യൂണിക്കേഷന് മെയിനായിട്ട് 4 കാറ്റഗറീസാണുള്ളത്: ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, പെർസ്വൻസീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ്. അതായത് 4 കമ്മ്യൂണിക്കേഷൻ കാറ്റഗറീസിനെ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നായി കൺവേ ചെയ്യാൻ പറ്റുന്നത്. സ്പീക്കിംഗ് എഫക്റ്റീവ് ആക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓരോരോ ലെവൽ അല്ലെങ്കിൽ ഓരോരോ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് നന്നായി സ്പീക്ക് ചെയ്യാൻ അറിയേണ്ടത്. ഒരു ഫോർമൽ വേ ആയിക്കോട്ടെ, ഇൻഫോർമൽ ആയിക്കോട്ടെ, അതിൻ്റെതായൊരു ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കാം. നമ്മളുടെ ടെക്സ്റ്റിൽ 26 പേജ് നമുക്ക് കാണാൻ പറ്റും ഫോർമൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, ഇൻഫോർമൽ എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ അതിൻ്റെ റീഡിങ് ഇൻസ്ട്രക്ഷനാണ് നോക്കുന്നത്. ഇനി റീഡിങ് ചെയ്യുന്ന സമയത്ത് മെയിൻലി ഇരുത്തി വായിക്കുന്നത്, ഒരു പ്രോസ് വായിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മളൊരു പോയം വായിക്കുന്നത്. ഒരു പോം വായിക്കുന്ന പോലെയല്ല ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നത്, റൈറ്റ്? നമ്മളെല്ലാത്തിനും അതിൻ്റേതായൊരു സീരിയസ്നെസ് കൊടുത്തിട്ടാണ് വായിക്കുന്നത്. നമ്മൾ റീഡിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലുവൻസി, ഒരു വൊക്കാബുലറി, ഒരു കോംപ്രിഹെൻഷൻ, ഒരു ആൽഫബറ്റിക്സ് എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കി ഇത്രയും 4 ഫാക്ടേഴ്സ് എഫക്റ്റീവ് ആയാലും മാത്രം നമുക്ക് നന്നായി ഒരു എഫക്റ്റീവ് റീഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റീഡിങ് ഇസ് എ സ്കിൽ വിച്ച് നീഡ്സ് ടു ബി ടോട്ട് ആൻഡ് നേർച്ചേർഡ് ഓവർ ടൈം. നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഒക്കെ ഒരു പ്രോസ് വായിക്കുന്ന രീതിയിൽ അത്രയും ലാഘവത്തോടെ ഒരു പോയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സും വെക്കാബുലറി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ റീഡിങ് ചെയ്യുന്ന മെത്തേഡ് ഈച്ച് കാറ്റഗറി അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ റീഡിങ് ഷുഡ് ബി ഇൻ എ കാം ആൻഡ് സൈലൻറ്റ് പ്ലേസിൽ വെച്ചിട്ടായിരിക്കണം. നമുക്ക് ഇഷ്ടാനുസരണം സൈലൻറ്റ് റീഡിങ് ആവാം, ലൗഡ് റീഡിങ് ആവാം. പക്ഷേ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം. Then sometimes you read a page or a data to get a particular information which is called scanning. ഒരു മൊത്തം പേജ് കുത്തിരുന്ന് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വായിക്കുകയാണെങ്കിൽ അതിന് സ്കാനിങ് എന്ന് പറയും. ദെൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചാടി വിട്ടുകയാണെങ്കിലോ അതിന് സ്കിമ്മിങ് എന്ന് പറയും. ഇത് രണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ് കേട്ടോ. ദെൻ മെയിൻലി നമ്മൾ റീഡിങ് പ്രോബ്ലംസ് ഓവർകം ചെയ്യണമെങ്കിൽ റീഡിങ് പ്രാക്ടീസ് ചെയ്യണം. അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സിനൊക്കെ മീനിങ്സ് മനസ്സിലാക്കി അതിൻ്റെ ഒരു ലിറ്റററി കോണ്ടെക്സ്റ്റൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വായിക്കാൻ. ദെൻ അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ ഒരു ഡിക്ഷണറി യൂസ് ചെയ്തിട്ടോ ഗൂഗിൾ ചെയ്തൊക്കെ നമുക്ക് നോക്കിയാൽ പിന്നെയും നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ റീഡിങ്ങിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലും ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ദ ലാസ്റ്റ് സെഷൻ ഈസ് റൈറ്റിംഗ്. ഓക്കെ, റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി കുറച്ച് കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാനുണ്ട്. അതായത് കുറച്ച് സ്റ്റെപ്സ്. ആദ്യം നമ്മളൊന്ന് പ്രീ റൈറ്റ് ചെയ്യുക, ദെൻ ഡ്രാഫ്റ്റിംഗ് ചെയ്യുക, ദെൻ റിവൈസ് ചെയ്യുക, ദെൻ എഡിറ്റ് ചെയ്യുക, ദെൻ ദ ലാസ്റ്റ് സെഷൻ ഈസ് ടു പബ്ലിഷ്. നമുക്ക് ഇങ്ങനെ എഴുതി പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് അതൊരു റഫായിട്ട് എഴുതി വെക്കും അല്ലേ. പിന്നെ അതിൻ്റെ ഒന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചറും ഫോർമാറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. ദെൻ റിവൈസ് ചെയ്യും നമ്മൾ റീഡ് ചെയ്തിട്ട് എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ.
ദെൻ അതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ജസ്റ്റ് ആരെങ്കിലുമൊക്കെ മേൽനോട്ടത്തിൽ അതൊന്ന് എഡിറ്റ് ചെയ്യാൻ കൊടുക്കും. ദെൻ ലാസ്റ്റ് വിൽ ബി പബ്ലിഷിങ്, റൈറ്റ്? അതായത് ഒന്നുകൂടി ഷോർട്ടാക്കി പറഞ്ഞുതരാം. നമ്മൾ റീറൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ഓർഗനൈസ് ചെയ്യും ഒരു ടോപ്പിക്ക്, നമ്മൾ ഐഡിയാസൊക്കെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്ന സെഷനാണ് പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു റഫ് കോപ്പി ക്രിയേറ്റ് ചെയ്ത് ഐഡിയാസിനൊക്കെ അറേഞ്ച് ചെയ്ത് ആ ഒരു ടോപ്പിക്കിലുള്ള ഫീഡ്ബാക്കൊക്കെ സെറ്റ് ചെയ്യുന്ന സെഷനെയാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ റിവൈസിങ്, നമ്മൾ ഇമ്പ്രൂവ് ആയിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. നമ്മുടെ വൊക്കാബുലറി സ്പെൽ ചെക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ റിവൈസിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെഷൻ ഈസ് എഡിറ്റിംഗ്, അതായത് പ്രൂഫ് റീഡിംഗ് എന്ന് പറയാം. നമ്മൾ എഴുതിയ ഡോക്യുമെൻറ്റ് ഒറിജിനൽ ആണെന്നുള്ളത് ഷുവർ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് എ ക്ലീൻ ആൻഡ് ഫൈനൽ കോപ്പി ഫോർ ദ പബ്ലിക്കേഷൻ. അങ്ങനെയാണ് ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് പാരഗ്രാഫ് എഴുതേണ്ടത്, എങ്ങനെയാണ് ഒരു കൾച്ചറൽ അവെയർനെസ് ഉണ്ടാവേണ്ടതെന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ മെയിൻലി സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ബൈലിംഗുവൽ ആൾക്കാരാണെങ്കിൽ, ഇംഗ്ലീഷും മലയാളം അറിയുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു മംഗ്ലീഷാക്കി എഴുതാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് റൈറ്റിംഗ്. ദെൻ വി ഹാവ് ടു ലേൺ അബൌട്ട് ബൈലിംഗ്വലിസം. നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്കിപ്പോൾ മദർ ടങ് എല്ലാവരുടേതും മലയാളമാണ് അല്ലേ. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാറുണ്ട്, ചില ആൾക്കാർ ഹിന്ദി ചൂസ് ചെയ്യാറുണ്ട്, അറബി, ഉറുദു ഒക്കെ ചൂസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ബൈലിംഗ്വൽ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ എന്ന് പറയും, എല്ലാ ലാംഗ്വേജസ് ഒരു 3 or 4 ലാംഗ്വേജസിന് അറിയുന്ന ആൾക്കാരെ, 2 ലാംഗ്വേജസിന് അറിയുന്ന ആൾ, സ്പീക്ക് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റിനെയാണ് ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞത്. അതിന് സ്കിൽഫുള്ളായിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സൊക്കെ ആകാൻ പറ്റും, നമുക്ക് ട്രാൻസ്ലേഷനൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ലാംഗ്വേജ് എക്സ്പ്രഷൻ, കൾച്ചർ, സൊസൈറ്റി, ബിലീഫ്സിനൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നു. യൂണിറ്റ് 4 സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. നമ്മൾ മെയിൻലി ഇതിലെന്താ ഡിസ്കസ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതായത് ഇമ്പോർട്ടൻസ്, പിന്നെ ഇംഗ്ലീഷ് വെറൈറ്റി, നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ ഇംഗ്ലീഷിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളത്. ഓക്കെ, മെയിൻലി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് എന്തുകൊണ്ട് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയി എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും പോയി പെട്ടുപോയി, അങ്ങനെ പറയാം. ഇപ്പോൾ ദുബൈയിലൊക്കെ പോകുന്നു വിചാരിക്കുക. ഓക്കെ, ദുബായിൽ പോയി നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം ആരുടെങ്കിലും, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? ഇല്ല. അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവോ? ഇല്ല. സോ ദ കോമൺ ലാംഗ്വേജ് വി നോ ഈച്ച് അതർ ഈസ് ഇംഗ്ലീഷ്, റൈറ്റ്? ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പോയി പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ബ്രോക്കൺ ലാംഗ്വേജ്, വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ വൈൽ യൂസിങ് ഇംഗ്ലീഷ്. ദെൻ മെയിൻലി ഇംഗ്ലീഷിന് ഇന്ത്യ ജസ്റ്റ് ഒന്ന് റണ്ണായി ചെയ്ത് പോവാം. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കാം. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആർ ദെയർ, റൈറ്റ്? ഇംഗ്ലീഷ് ഉണ്ട്, തങ്ക്ലീഷ് ഉണ്ട്, കങ്ക്ലീഷ് ഉണ്ട്, മംഗ്ലീഷ് ഉണ്ട്. നമുക്കറിയുന്ന ലാംഗ്വേജാണ് മംഗ്ലീഷ്, റൈറ്റ്? ഇംഗ്ലീഷും അല്ല മലയാളവും അല്ല, എന്നാലോ രണ്ടും കൂടി മിക്സ്ഡപ്പ് ആയിരിക്കും. അതുപോലെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഉണ്ട് നമ്മുടെ ഇൻഹാബിറ്റായിട്ട്. ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിസിക്കൽ ബാരിയേഴ്സും സോഷ്യൽ ബാരിയേഴ്സും ഒക്കെ എന്താണെന്ന് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഷനിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 1 ലേണിംഗ് ടു ലിസൺ. നമ്മളെങ്ങനെയാണ് ഡിഫറെൻറ്റ് പ്രോസസ്സോടെ ഇൻവോൾവ് ചെയ്ത് നന്നായിട്ട് ലിസൺ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മെയിൻലി ഹിയർ, filter, comprehend, remember and respond. These are the steps involved in listening. നമുക്കൊരു ലിസണിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നന്നായിട്ട് ലിസൺ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ 5 സ്റ്റെപ്സും നമുക്ക് പറയാൻ പറ്റണം. നന്നായി ഹിയർ ചെയ്യണം. ഹിയർ ചെയ്തതിനാൽ മാത്രമേ നമുക്കത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ മാത്രമേ പേ അറ്റൻഷൻ. ദെൻ നമ്മൾ ആ ഒരു കാര്യം കേട്ടതിന് ശേഷം അതിന് നമുക്ക് ഒരു റെസ്പോൺസ് ചെയ്യാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ഓർത്ത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ കൂടി ഒരാളുടെ ഒരു കാര്യം സംസാരിക്കുന്നത് കേട്ടിരിക്കുകയാണെങ്കിൽ കൂടി അവർക്ക് നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ? വെറുതെ ലിസൺ ചെയ്താൽ മതിയോ? അല്ലല്ലോ. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലെത്തി ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ദെൻ ദെർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസണിങ്: അപ്രീഷിയേറ്റീവ് ലിസണിങ്, കോംപ്രിഹെൻസീവ് ലിസണിങ്, എംപത്തിക് ലിസണിങ്, ക്രിറ്റിക്കൽ ലിസണിങ് ആൻഡ് ആക്റ്റീവ് ലിസണിങ്. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ആൻഡ് നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേറ്റീവ്
ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെയിൻലി ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ബോഡി പോസ്ചർ. നന്നായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാളുടെ ബോഡി പോസ്ചറും ഐ കോണ്ടാക്റ്റും കണ്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ while you have to become a better listener, you have to keep the better eye contact and be in a good body posture. Okay, then നമുക്ക് മെയിനായിട്ട് എന്താ സിങ്ക്രോണിംസും ആങ്ക്രോണിംസും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് സിങ്ക്രോണിംസ് ആൻഡ് സിങ്ക്രോണിംസ് ചെയ്യണത് ഒരു ലിസണിങ് ഇൻട്രാക്ഷനിൽ, അതൊക്കെ നമുക്ക് എന്താ 52 പേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതില്ല, ജസ്റ്റ് നിങ്ങൾ റീഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിന് ഓൾറെഡി പറഞ്ഞ ലിംഗ്വിസ്റ്റിക് ബാരിയറും ടെക്നോളജിക് ബാരിയേഴ്സൊക്കെ ലിസണിങ്ങിലും വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദാറ്റ്. നൗ യൂണിറ്റ് 2 ലിസണിങ് സ്കിൽസ് ആൻഡ് ദ മീഡിയ. നമ്മൾ മീഡിയയിലൂടെയാണ് ഇപ്പോൾ അധികം ആൾക്കാരും ലിസൺ ചെയ്യുന്നത് അല്ലേ. യൂട്യൂബ്, മെയിൻലി യൂട്യൂബിൽ, പിന്നെ നമ്മൾ പോഡ്കാസ്റ്റിലൊക്കെയാണ് നമ്മൾ ലിസൺ ചെയ്യുന്നത്. നമ്മൾ ടെഡ്എക്സ് പോലത്തുള്ള ടോക്സൊക്കെ കേൾക്കാറുണ്ടെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ എന്താ സബ് ടൈറ്റിൽസൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വീഡിയോസൊക്കെ മനസ്സിലാവും. അതൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്തിനാണ്? നമ്മുടെ ലിസണിങ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള ലിസണിങ് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ വൊക്കാബുലറീസും സ്പീക്കിംഗ് സ്കിൽസും നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്താലാണ് നമുക്കെന്താ വായിച്ചതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ലിസണിങ് സ്കിൽസ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ റോള് വഹിക്കുന്നത് മീഡിയ റിസോഴ്സസ് ആയ റേഡിയോ, TV, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺസ് ആൻഡ് ഇൻ്റർനെറ്റ്. ഓക്കെ, ബിക്കോസ് യൂട്യൂബ്, വിമിയോ, ടെഡ് ആൻഡ് NFTL പോലുള്ള പ്ലാറ്റ്ഫോംസ് വെച്ചിട്ട് നമുക്ക് സബ് ടൈറ്റിൽസ് യൂസ് ചെയ്തിട്ടോ അല്ലാതെയോ നന്നായിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് അക്യൂർ ചെയ്യാൻ പറ്റും അല്ലേ. സോ ലിസണിങ് സ്കിൽസ് ഈസ് ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ ഫോർ ലേണിംഗ് എ ലാംഗ്വേജ്. നെക്സ്റ്റ് യൂണിറ്റ് 3 റെഡി ടു റീഡ്. റീഡ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ മെയിൻലി പർപ്പസസ് എന്താണെന്ന് നോക്കണം. വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ നോക്കണം. ദെൻ പ്രോസസ് ഓഫ് റീഡിങ് ഈസ് 2 ടൈപ്പ്. വി ഹാവ് ഓൾറെഡി ടോൾഡ്, സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്. ദെൻ ഡിക്ഷണറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു ഗൂഗിൾ ചെയ്തിട്ടൊക്കെ നമുക്ക് എന്താ മീനിങ്സ് അറിയാത്തതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വേണം പോകാൻ, ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്ത് പോകരുത്. ഓക്കെ, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞാണ് സ്കിമ്മിങ്ങും സ്കാനിങ്ങും തമ്മിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അല്ലേ. സ്കാനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഒരു റീഡിങ് ഒബ്സർവേഷനിലൂടെ കൊടുക്കുന്ന റീഡിങ്ങും സ്കിമ്മിങ്ങും ജസ്റ്റ് ഓടിച്ച് വിടുന്നതിനുമാണ് പറഞ്ഞത്. അപ്പോൾ ദിസ് ഈസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്. ദെൻ സ്പീഡ് റീഡിങ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നോട്ട് നോക്കി പഠിക്കാം. ദെൻ decoding using the dictionary or googling. Then the 4th unit is print reading and online reading. നമ്മളെല്ലാവരും ഇന്ന് പ്രിൻറ്റ് റീഡിങ്ങിനെക്കാട്ടി ഓൺലൈൻ റീഡിങ്ങിലെ ആൾക്കാരാണ് അല്ലേ. പത്രം വായിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവുമെന്ന് വളരെ ചുരുക്കമാണ് അല്ലേ. അധികം ആൾക്കാരും ന്യൂസസ് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെയാണ് നോക്കുന്നത്. പിന്നെയും ഗൂഗിളിലൊക്കെ ന്യൂസസ് നമ്മൾ കണ്ട് വായിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. സോ ഇന്നത്തെ കാലത്ത് പ്രിൻറ്റ് റീഡിങ്ങിനുള്ള യൂസേജ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ് അല്ലേ. പുസ്തകങ്ങളായിക്കോട്ടെ നമ്മൾ PDF ആയിട്ടാണ് വായിക്കുന്നത്. ഇനി പത്രത്തിലൊക്കെ വായിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ചിലപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആയിരിക്കും പത്രം വായിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രിൻറ്റ് റീഡിങ്ങിൽ പത്രം ന്യൂസ് മാത്രമല്ല വരുന്നത്, നമ്മൾ ആർട്ടിക്കിൾസ്, ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പോംസൊക്കെ എന്താ പ്രിൻറ്റ് റീഡിങ്ങിലും വരും, ഓൺലൈൻ റീഡിങ്ങിലും വരും. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ യൂണിറ്റ് 1 സ്പീക്കിംഗ്. ഇതിൽ പറയുന്ന സമയത്ത് മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. ഒരു ഒക്കേഷൻ അനുസരിച്ചിട്ട് ഒരു ഡെലിവറി ചെയ്യുന്ന കാര്യം, ഒരു പർപ്പസൊക്കെ വെച്ചിട്ട് വേണം സ്പീച്ച് ചെയ്യാമെന്ന് പറയുന്നു. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെലിവറി ഒക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്താ നമ്മൾ സാഹചര്യം അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം പറയാമെന്ന്. ഇംപ്രോംസൈസ് സ്പീക്കിംഗ്. Then there are different types of speeches according to the purpose, like persuasive speech, demonstrative speech, entertaining speech and informative speech. Okay, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഓക്കെ, ദെൻ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട അറ്റൻഷൻ, ദെൻ ഓഡിയൻസിന് വേണ്ട ഒരു ഐ കോണ്ടാക്റ്റൊക്കെ കൊടുക്കാമെന്നൊക്കെ. ദെൻ ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് സ്പീച്ച്, അത് മറക്കരുത്. ദ പ്രൈമറി പേർപ്പസ് ഓഫ് എ സ്പീച്ച് ഇസ് ഡെലിവർ എ മെസ്സേജ് ടു ദ ഓഡിയൻസ്.
ദെൻ നമ്മൾ കൊടുക്കുന്ന സ്പീച്ച് അവർക്ക് മനസ്സിലാവണമെങ്കിൽ എന്തായിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം, കൊഹറൻ്റ് ആയിരിക്കണം, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. ദെൻ അത് നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഹൈ പിച്ച് ലോ പിച്ച് ടോണൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. ദെൻ നമ്മളെന്താ സംസാരിക്കുന്ന സമയത്ത് സെൽഫ് കോൺഫിഡൻസും കൂടി കൊടുക്കണം. ദിസ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് ഫോർ സ്പീക്കിംഗ്. ദെൻ യൂണിറ്റ് 2 ഓഡിയോ ചാർട്ട്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ്. അതായത് ഇതിൽ നമ്മൾ മെയിൻലി ഒരു സെൽഫ് റെക്കോർഡിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ചാർട്ട്, ഒരു ഓൺലൈൻ പ്രൊനൗൺസിയേഷൻ ആഡ്സിനൊക്കെ റൺ ചെയ്തത് എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ എന്നാലും ഓക്കെ. ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ബെറ്റർ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നതിന് മുന്നേയുള്ള സ്റ്റെപ്സ് എങ്ങനെയാണെന്നൊക്കെ നോക്കേണ്ട ഒരു സെഷനാണ്. അതായത് നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യണം നമ്മളെ തന്നെ ആദ്യം. എന്നാൽ മാത്രമേ നമുക്ക് എത്രത്തോളം നമ്മൾ എൻഹാൻസ് ചെയ്യാനുണ്ട്, നമ്മൾ എത്രത്തോളം റീവർക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ദെൻ സ്പീക്ക് മോർ ടു യുവർ സെൽഫ്. നമ്മൾ നമ്മുടെ മിററിലേക്കോ അല്ലെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡൊക്കെ ചെയ്തിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ പ്രൊനൗൺസിയേഷനിന് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ബെറ്റർ ആണ് എന്നൊക്കെ ഉള്ളത്. ദെൻ നമ്മുടെ മൗത്ത് പൊസിഷനൊക്കെ വാച്ച് ചെയ്യുക. ദെൻ ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ പ്ലേ ചെയ്തിട്ട് കേട്ട് മനസ്സിലാക്കുക എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ദെൻ എന്താ ഓൺലൈൻ റിസോഴ്സസ് ഫോർ ഇംപ്രൂവിങ് പ്രൊനൗൺസിയേഷൻ. കുറേ ആയിട്ടുള്ളൊരു ഓൺലൈൻ കോഴ്സസോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഓഡിയോ ലെസൺസും പോഡ്കാസ്റ്റൊക്കെ ഉണ്ട്, വോയിസ് റെക്കോർഡിംഗ് ടൂൾസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്പീച്ച് പ്രൊനൗൺസിയേഷൻ കുറച്ചും കൂടി ബെറ്റർ ചെയ്യാം. ഓക്കെ. ദെൻ യൂണിറ്റ് 3 ദ റിട്ടൺ വേർഡ്. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഡ്രാഫ്റ്റിങ്ങും പിന്നെ പ്രീ വർക്കിങ്ങും പ്രീ റൈറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സെഷനാണ്. അതിൽ മെയിൻലി നമ്മൾ എഴുതുന്ന ശ്രദ്ധിക്കേണ്ട കുറച്ച് ടേംസ് ആൻഡ് സ്ട്രക്ചർ ഫോർമാറ്റ്സ് ഒക്കെയാണ്, ഫീച്ചേഴ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ദ യൂണിറ്റ് 4 കൺവെൻഷൻസ് ഓഫ് മീഡിയ സോഷ്യൽ മീഡിയ റൈറ്റിംഗ്. നമ്മൾ സോഷ്യൽ മീഡിയ റൈറ്റിങ്ങിലുള്ള കുറച്ച് കീ നോട്ട്സും ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പറ്റിയിട്ടാണ്. നമ്മൾ നോർമൽ എഴുതുന്നതും സോഷ്യൽ മീഡിയക്ക് വേണ്ടി എഴുതുന്നതിലും കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. ദെൻ യൂണിറ്റ് 1 എവല്യൂഷൻ ഓഫ് പ്രിൻറ്റിംഗ് ആൻഡ് ലാംഗ്വേജ് ടെക്നോളജീസ്. അതായത് അഗെയിൻ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ആൻഡ് പബ്ലിക്കേഷൻ, ദെൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ ഒരു പ്രീ പ്രസ് മുതൽ ഫിനിഷിങ് വരെ എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ മൊത്തത്തിലൊരു ഹിസ്റ്ററിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡായി നോക്കാം. ഓക്കെ. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒക്കെ പോയിൻറ്റ്സ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ദെൻ നമുക്കിപ്പോൾ കുറച്ച് ആപ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് റോസെറ്റ സ്റ്റോൺ, ഫ്ലുവൻറ്റ് യു, മൈൻഡ് സ്നാക്സ്, മെമ്മറൈസ്, ഓപ്പൺ ലാംഗ്വേജ്, ബുസോ, ഡുവലിംഗോ, മഗോഷ് ഇംഗ്ലീഷ് വീഡിയോ ലെസൺസ്, സ്പുക്കി ഇംഗ്ലീഷ് കോൺവെർസേഷൻ സ്പീക്കിംഗ് പ്രാക്ടീസ്. ഇതുപോലുള്ള ആപ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യാം നമ്മുടെ ലാംഗ്വേജ്. മൊബൈൽ ആപ്സാണ് ഇതൊക്കെ ലാംഗ്വേജ് ലേണിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് എത്രത്തോളം എഫക്റ്റീവ് ആക്കണം അത്രത്തോളം നമുക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും ഈ ആപ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ സോഷ്യൽ മീഡിയ ഇന്ന് വൈഡായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ടെക്നോളജി ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് നമുക്ക് എന്താ ചെയ്യുക, നന്നായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഈവനിങ് ഒരു 5 to 4 ഇല്ലെങ്കിൽ ഒരു 6 to 3 ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അവേഴ്സിലൊക്കെ ജസ്റ്റ് ഇരുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടു കൂടി പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. യൂണിറ്റ് 2 ദ ഇൻ്റർസെക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി. ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജിയിൽ നിന്നും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൈബർ സ്പേസ്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ എവല്യൂഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ. Then observe how digital communication evolved into a wide range of symbols. പിന്നെ നമ്മളെന്താ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ICT വിത്ത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് നമുക്ക്. ഓക്കെ. ദെൻ ഫസ്റ്റ് തിങ് ലാംഗ്വേജ്, ഡിജിറ്റൽ ടെക്നോളജി, സൈബർ സ്പേസ്, ICT, അബ്രീവിയേഷൻ, സോഷ്യൽ മീഡിയ. ഇത്രയും കീവേഡ്സാണ് നമുക്കിതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. Mainly, first thing we have to discuss about evolution of electronic and digital technology. എങ്ങനെയാണ് ഒരു ടെക്നോളജി ഡെവലപ്പായി അത് ഇത്രയും നമുക്കൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന രീതിക്ക് വരെ എത്രത്തോളം അത് എത്തി എന്നുള്ളത്.
ഓക്കെ, പണ്ടൊരു സെമി കണ്ടക്ടറിൽ വഴി നമ്മൾ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1 ക്ലിക്കിൽ ഇൻ്റർനെറ്റ് നമുക്ക് ആക്സസ് തരാണ് മൊബൈൽ ത്രൂ. എത്ര വെറൈറ്റീസ് ഓഫ് എന്താ AR അല്ലെങ്കിൽ VR, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന് അത്രയും ഡെവലപ്പായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അത്രയും എന്താ ലാംഗ്വേജ് ആൻഡ് സൈബർ സ്പേസ് ഡെവലപ്പായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇമോഷൻസിനെ ആയിക്കോട്ടെ, നമ്മുടെ ഫീലിങ്സിനെ ആയിക്കോട്ടെ, നമുക്ക് നോളജിനായിക്കോട്ടെ, എന്ത് ഇൻഫോർമേഷൻസ് ആയിക്കോട്ടെ, നമുക്ക് പാസ് ചെയ്യാനുള്ള ഒരു വേ, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പാത്ത് ഇന്നത്തെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ മെയിനായിട്ട് നോക്കേണ്ട ഒരു പാർട്ടാണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻ്റർനെറ്റ് ഓൺ ലാംഗ്വേജ്. ദെൻ ലാംഗ്വേജ് ആൻഡ് ICT. ഓക്കെ, കുറച്ചൊന്ന് മെയിനായിട്ട് നോക്കേണ്ട ഒരു സെഷനാണ്. പിന്നീട് നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ്? ഓക്കെ, അതിൽ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി, പിന്നെന്താ നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ സോഷ്യൽ മീഡിയ ചേഞ്ച് ദ വേ വി ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഷെയർ ഇൻഫർമേഷൻ. Then the relationship between language and ICT is complex and has positive and negative implications. ഒക്കെ ജസ്റ്റ് ഒന്ന് എന്താ ആ റീക്യാപ്പ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചുവിടാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. Then Unit 3, authenticity, linguistic errors, laws and misuse in social media. മെയിൻലി നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, കാണുന്ന ആൾക്കാരാണ്. അതിൽ ഉണ്ടാവുന്ന സൈബർ ക്രൈംസ് എന്തൊക്കെയാണ്, ക്രൈംസ് എഗെയിൻസ്റ്റ് പീപ്പിൾ, പ്രോപ്പർട്ടി, ഗവൺമെൻറ്, പിന്നെ സൈബർ ലോസ് എന്തൊക്കെയാണ്, സെഷൻ ഏതൊക്കെയാണ്, എന്തൊക്കെ പെനാൽറ്റീസാണ് മിസ്യൂസ് ചെയ്താലെന്നൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓവറോൾ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ നോക്കാനുള്ളത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ഒരു റാപ്പപ്പ് സെഷന് പോലെ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ എടുത്ത് പോയതാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ സെഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുൻപേ നമുക്കൊരു 2022 അഡ്മിഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര D സെഷൻ, അതായത് 4 സെഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഒരു മാർക്കിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് 10 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ what does displacement has one of the feature of language mean? Then second example of vertical communication, name a psychological barrier to communication. Give an example of declarative sentence. What is meant by the statement that English functions as a common language in India? Then what is hybrid language? Which language skills are known as receptive or passive skills? What are the sense involved in watching television? What is known as network of networks? Give at least 2 words that convey the idea of reason. Give a single word to refer to the system of words in a language. What is a thesaurus used for? What is Google Chrome? An example of. What is gesture and expand PDF. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 1 വേർഡ് സെക്ഷനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനൊക്കെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സൊക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ്. ഇനി സെഷൻ B വരുന്നത് എന്താ, ആൻസർ എനി 5 ഓഫ് ദി ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. സെഷൻ എയിലും 15 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 10 ക്വസ്റ്റ്യൻസേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണമെന്നില്ല. അങ്ങനെ സെഷൻ Bയിലും പിന്നെ 10 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അതും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 or 2 സെൻറ്റൻസിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദെൻ സെഷൻ 3C എടുക്കുകയാണെങ്കിൽ, അതായത് തേർഡ് സെഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്സിൻ്റെ 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 5 മാർക്സിൻ്റെ 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതായത് 1 പേജ് എഴുതുന്ന രീതിയിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് സെഷൻ D ക്യാരീസ് ഓഫ് 10 മാർക്സ് ഫോർ 2 ക്വസ്റ്റ്യൻസ് ഈച്ച്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സോ ഓവറോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കിലാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. മാക്സിമം മാർക്ക് 70 ഓക്കെ, അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ദ സെഷൻ B 2 to 3 സെൻറ്റൻസ്, അതായത് 2 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഡിഫൈൻ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് യുവർ തിയറി ഓഫ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്?
Who is the author of the book? Human Species. What is cultural sensitivity? Define upward communication. Introduce yourself in 1 or 2 sentences. Answer the question. Do you mind shutting the window politely? What is efficiency of reading dependent upon? What are the parts of a paragraph? What was the context of the introduction of English in India? Then the third session is about the 5 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഡിസ്കസ് Bobo theory of the original language. What are the factors that affective listening? Discuss the 4 different types of sentences in English with suitable example for each. Okay, then frame at least 5 comprehension questions from the following poem. My heart leaps upon when I behold the rain in the sky. So it was when my life began. So it is now I am a man. So be it when I shall grow old, or let me die. The child is the father of man, and I could wish my days to be bound each to each by natural piety. വില്യം വോയ്സ്വർത്തിനൊരു പോം തന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, then 31st question mentions some methods to overcome the inhibition in the use of English. Contrast between synchronous and asynchronous interactions. How should we develop our learning skills? Mention at least 5 methods to improve one's vocabulary. What are links and hyperlinks? Classify speeches according to their delivery. Differentiate between emoticons and emojis. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസാണ് 5 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടത്. മീൻസ് ഒരു പാരഗ്രാഫ്, ഒരു 1 പേജ് എഴുതേണ്ട ക്വസ്റ്റ്യൻസാണ് ഇത്രയും. 6 ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ദെൻ ദ ലാസ്റ്റ് സെഷൻ ഡി എസ് എ ക്വസ്റ്റ്യൻ ആണ്. 3 പേജെങ്കിലും നിങ്ങൾ ഇതിന് ആൻസർ എഴുതണം. 10 മാർക്കാണ് ഒരു ആൻസറിന് ലഭിക്കുക. ഓക്കെ, ദ 4 ഓപ്ഷൻസ് ആർ ഗിവൺ. Discuss the health hazards posed by the use of electronic tools. Elaborate on the 3 main categories of cyber crimes. Discuss the different steps involved in writing. Elucidate the reading techniques that will help us to read better. 3 ക്വസ്റ്റ്യൻസ് ആണ് 2022 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. സോ ഡോണ്ട് സ്കിപ്പ്. ഓക്കെ, ജസ്റ്റ് ലിസൺ. ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ്. അതായത് 2022 അഡ്മിഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. വാട്ട് ഡസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഹാസ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ലാംഗ്വേജ് മീൻ? അതായത് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സംഭവമാണ് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ. അത് 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ജസ്റ്റ് 1 വേർഡിൽ ഉത്തരം എഴുതരുത്. ഗിവ് ഇറ്റ് എ സെൻറ്റൻസ്. ഓക്കെ, ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് language refers to the ability to communicate about things not present in the immediate environment. അതായത് നമ്മുടെ പാസ്റ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസിനെയൊക്കെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻപ് നടന്ന കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളോ പറ്റിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജിൽ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എക്സാമ്പിൾ ഓഫ് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ: എ മാനേജർ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു ആൻ എംപ്ലോയി ഡൗൺവേർഡ്, or an employee submitting a report to a manager upward. ഇത് രണ്ടും കൂടിയതാണ് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ വിൽ ബി ഡിസ്കസിങ് ദ തേർഡ് ക്വസ്റ്റ്യൻ. നെയിം എ സൈക്കോളജിക്കൽ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. സൈക്കോളജിക്കൽ ബാരിയറിനുള്ള ഒരു എക്സാമ്പിളാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയാം? സ്ട്രെസ് ഓർ ആൻസൈറ്റി ഹിൻഡറിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് സൈക്കോളജിക്കൽ ബാരിയറിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്താ? സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി, ഇല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേജ് ഫിയർ, എങ്ങനെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് എന്താ? ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ഡിക്ലറേറ്റീവ് സെൻറ്റൻസിലൊരു എക്സാമ്പിളാണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് is a declarative sentence. Okay, then the fifth question: what is meant by the statement that
English functions as a common language in India? Okay, in this question we can answer like English functions as a common language in India because it bridges linguistic diversity, enabling communication between speakers of ഡിഫറെൻറ്റ് നേറ്റീവ് ലാംഗ്വേജസ്. അതായത് ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലൊരു കോമൺ ലാംഗ്വേജായി മാറിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാം? ഇംഗ്ലീഷ് എല്ലാവരുടെ അടുത്തും എന്താ ഒരു ബ്രിഡ്ജ്, അതായത് ഒരു പാലിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏത് നേറ്റീവ് ലാംഗ്വേജിലെ ആൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജായിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊരു കോമൺ ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷിനെ കണക്കാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നൗ ദ 6th question. വാട്ട് ഈസ് ഹൈബ്രിഡ് ലാംഗ്വേജ്? ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ വെറൈറ്റീസ് ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ്, മംഗ്ലീഷ് ഒക്കെ. അപ്പോൾ അതിനെയാണ് ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എ മിക്സ് ഓഫ് 2 ലാംഗ്വേജസ്. ഓക്കെ, എക്സാമ്പിൾ മംഗ്ലീഷ് ഓർ ഹിംഗ്ലീഷ്. മംഗ്ലീഷ് ആണെങ്കിൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, രണ്ട് ലാംഗ്വേജസിൻ്റെ മിക്സപ്പ് വെറൈറ്റീനെയാണ് നമ്മൾ ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, now turns to the 7th question. Which language skills are known as receptive or passive skills? അതെന്തൊക്കെയാ? ലിസണിങ് ആൻഡ് റീഡിങ്. നമ്മളെന്താ റിസെപ്റ്റ് ചെയ്യുന്നതാണ്. റിസെപ്റ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ഏതൊക്കെയാണ്? ലിസണിങ് ആൻഡ് റീഡിങ്. ഓക്കെ, ആൻഡ് 8th question. What are the senses involved in watching ടെലിവിഷൻ? നമ്മളൊരു ടി വി കാണുകയാണെങ്കിൽ ഏതൊക്കെ സെൻസാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഏതാ? ഓഫ് കോഴ്സ് വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ സെൻസസ് ആണ് നമുക്കവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വിഷ്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് സൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ഓഡിയോ എന്ന് പറയുമ്പോൾ ഓഡിറ്ററി നെർവ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ സൈറ്റ് ആൻഡ് ഹിയറിങ്, അതായത് ഓഡിയോ ആൻഡ് വിഷ്വൽ. ഓക്കെ, ദെൻ 9th question എന്താ പറയുന്നത്? വാട്ട് ഈസ് നോൺ ആസ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്? അതെന്താ? നോ ഡൗട്ട് ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിനെയാണ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ 10th question. Give at least 2 words that convey the idea of reason. ഏതൊക്കെ വേർഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റീസൺ വേണ്ടിട്ട്? ബിക്കോസ്, ദെയർഫോർ, അതായത് പക്ഷേ, അല്ലെങ്കിൽ എന്നുള്ള വേർഡ്സിൽ നമ്മൾ റീസണിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 2 വേർഡ്സ് നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, then 11th question. Give a single word to refer to the system of words in a language. ഒരു സിംഗിൾ വേർഡ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏത് കൊടുക്കാം? സിസ്റ്റം ഓഫ് വേർഡ്സ് ഇൻ എ ലാംഗ്വേജ് എന്നുള്ളത് വൊക്കാബുലറിന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ലെക്സിക്കോൺ എന്നുള്ളൊരു ടേം കൊടുക്കാം. ഇത് രണ്ടും എഴുതാൻ പറ്റും കേട്ടോ. ആൻഡ് 12th question. വാട്ട് ഈസ് എ തിസേഴ്സ് റെഫേഴ്സ് ടു? അല്ലെങ്കിൽ തിസേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്? എന്താ? തിസേഴ്സ് യൂസ് ടു ഫൈൻഡ് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. നമ്മളെ സെയിം മീനിങ് ഉള്ള വേർഡ്സിനെയാണ് സിനോണിംസ് എന്നും ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ്സിനെ ആൻറ്റോണിംസ് എന്നും പറയും. അത് രണ്ടും തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് തിസോറസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ 13th question. വാട്ട് ഈസ് ഗൂഗിൾ ക്രോം an example of? ഗൂഗിൾ ക്രോം എന്താ? ഒരു വെബ് ബ്രൗസറാണ്. സോ Google Chrome is an example for a web browser. Okay, now we goes to 14th question. What is JSTOR? Of course, JSTOR നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ലൈബ്രറി, റൈറ്റ്? A digital library for academic journals and books, or the digital library for academic journals and articles. Okay, നമ്മൾ JSTOR ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അക്കാഡമിക് ആയിട്ടുള്ളൊരു ലൈബ്രറി ആയിട്ട് ഉപയോഗിക്കാം. ഒരു ഡിജിറ്റൽ ലൈബ്രറി ആയിട്ടാണ് നമ്മൾ JSTOR യൂസ് ചെയ്യുന്നത്. And the last one word question. Expand PDF. We all know what is PDF, right? Portable document format. Once again, portable document format. ഓക്കെ, അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസ് തന്നതിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ നമുക്ക് എന്താ 10 മാർക്ക് അവിടെ കിട്ടി. ഈച്ച് വൺ ക്യാരീസ് 1 മാർക്ക്. ഇനി നെക്സ്റ്റ് ബി സെക്ഷൻ നോക്കാം. അതിൽ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, പക്ഷെ അതിന് 2 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അതിലും എന്താ 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എനി 5 യു ഹാവ് ടു റൈറ്റ് ഡൗൺ. സോ അതിൽ 16th question നോക്കാം. ഡിഫൈൻ
എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആനിമേറ്റ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സിനടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഐ വിൽ സേ ദ ഡെഫിനിഷൻ. Extrapersonal communication is the interaction between humans and non-human entities. Like example, talking to a pet or using an ATM or talking to a tree. എന്താ നമ്മളൊരു ഇൻട്രാക്ഷനാണ്, നമ്മളൊരു ഒരു നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി 17th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യോഹിയോ തിയറി ഓഫ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്? യോഹിയോ തിയറി എന്താണ് പറയുന്നത്? ഇറ്റ് സജസ്റ്റ്സ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം റിതമിക് ചാൻസ് യൂസ്ഡ് ഡ്യൂറിങ് ഗ്രൂപ്പ് ലേബർ. അതായത് നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, യോഹിയോ തിയറി എന്ന് വെച്ചാൽ നമ്മൾ ഭാരമേറിയ തൊഴിൽ ചെയ്യുന്ന സമയത്ത് കൂട്ടമായ ആൾക്കാർ പണിയെടുക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ സൗണ്ട്സ് വെച്ചിട്ടാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തിയറീനെയാണ് യോഹിയോ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ടേം തന്നെ ഉണ്ടല്ലോ, യോ ഹി ഹോ. ഓക്കെ, ആ ഒരു ടേം നോക്കിയിട്ട് തന്നെ നമുക്ക് ആ ഒരു മീനിങ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, such as that languages originated from rhythmic chants or rhythmic words used. ഓക്കെ, ഒരു ഗ്രൂപ്പ് ലാബർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത റിതമെറ്റിക് ആയിട്ടുള്ള വേർഡ്സാണ് പിന്നീട് ലാംഗ്വേജിലേക്ക് വന്നെന്ന് പറയുന്നുണ്ട്. അതിനാണ് യോഹിയോ തിയറി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th. Who is the author of the book Human Species? Example, it is an easy question, right? Charles Darwin. Okay, author of Human Species, Charles Darwin. Okay, any marker? It's an easiest question. Okay, and 19th question, what is cultural sensitivity? ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം അവെയർനെസ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ കൾച്ചറൽ ഡിഫറൻസസ് ടു അവോയ്ഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. നമുക്ക് എല്ലാ കൾച്ചറിനെയും പറ്റിയിട്ടും ഒരു ധാരണ വേണം, അതിനെയൊക്കെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ തമ്മിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മാറ്റിയാൻ പറ്റുള്ളൂ. ഓക്കെ, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്ന സമയത്താണ് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവണത്. സോ അവെയർനെസ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ കൾച്ചറൽ ഡിഫറൻസസ് ടു അവോയ്ഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നമുക്കൊരു റെസ്പെക്റ്റ് വേണം എപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ കൾച്ചറുമായിട്ട്. നമ്മളത് മാത്രം നല്ലത് പൊക്കി പിടിച്ച് നടക്കരുത്. സോ വി ഹാവ് ടു റെസ്പെക്റ്റ് ദം, വി ഹാവ് ടു അവെയർ അബൌട്ട് ദം ടു അവോയ്ഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. ഓക്കെ, ആൻഡ് ദ 20th ക്വസ്റ്റ്യൻ, ഡിഫൈൻ upward communication. Upward communication എന്ന് വെച്ചാൽ എന്താണ്? Always we used to say മെസ്സേജസ് സെൻഡ് ഫ്രം ദ സബോർഡിനേറ്റ് ടു സുപ്പീരിയേഴ്സ്. നമ്മൾ ചെറിയ ആൾക്കാരിൽ നിന്നും വലിയ ആൾക്കാരിലേക്ക് കൊടുക്കുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് താഴേക്കിടയിൽ ആൾക്കാർ മേലുദ്യോഗസ്ഥർക്ക് നൽകുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പറയുന്നത്. ഓക്കെ, നൗ 21th ക്വസ്റ്റ്യൻ, ഇൻട്രൊഡ്യൂസ് യു ഇൻ 1 or 2 sentences. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. മൈ നെയിം ഈസ് ഡാഷ് ആൻഡ് ഐ ആം എ സ്റ്റുഡൻറ്റ് പേഴ്സ്യൂയിങ് എ ഡിഗ്രി ഇൻ BA ഇംഗ്ലീഷ്. ഇല്ലെങ്കിൽ മൈ നെയിം ഈസ് ഫാത്തിമ ആൻഡ് ഐ ആം എ സ്റ്റുഡൻറ്റ് പേഴ്സ്യൂയിങ് എ ഡിഗ്രി ഇൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അങ്ങനെ കൊടുക്കാതെ നിങ്ങളുടെ സ്വന്തം ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അത് സ്വന്തം ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമാജിനറി നെയിം ഓർ ഇമാജിനറി ഡിഗ്രി വെച്ചത് കൊടുക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ, നിങ്ങളുടെ സ്വന്തം പേര് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ആയിരിക്കാം. ദെൻ 22nd ക്വസ്റ്റ്യൻ, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, ഡു യു മൈൻഡ് ഷട്ടിങ് ദ ഡോർ പൊളൈറ്റ്ലി. ഓക്കെ, ഒരു പൊളൈറ്റ് റെസ്പോൺസാണ് അവിടെ കൊടുക്കേണ്ടത്. ഡു യു മൈൻഡ് ഷട്ടിങ് ദ വിൻഡോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു പൊളൈറ്റിലെ ആൻസർ നമ്മൾ എങ്ങനെ കൊടുക്കും? പൊളൈറ്റ്ലി, നോട്ട് അറ്റ് ഓൾ, ഐ ക്ലോസ് ഇറ്റ്. കുഴപ്പമില്ല, ഞാനത് പൂട്ടിക്കോളാം. നിങ്ങൾ വിരോധം ഇല്ലെങ്കിൽ ഞാനൊരു വിൻഡോ ഒന്ന് അടച്ചോട്ടെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ അടച്ചോളാം, ആ ഒരു രീതിക്ക് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റെസ്പോൺസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ലൈക്ക് ദിസ്, നോട്ട് അറ്റ് ഓൾ, ഐ ക്ലോസ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ദെൻ 23rd ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എഫിഷ്യൻസി ഓഫ് റീഡിങ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ. നമ്മൾ റീഡിങ് ചെയ്യുന്ന സമയത്ത് എഫിഷ്യൻസി ആയിട്ടുള്ളത് എന്തൊക്കെ കാര്യത്തിലാണ്? ഡിപ്പെൻഡ്സ് ഓൺ ഫോക്കസ്, വൊക്കാബുലറി ആൻഡ്
കോംപ്രിഹെൻഷൻ സ്കിൽസ്. നമ്മൾ ഏതൊക്കെ കാര്യത്തിലാണ് റീഡിങ് എഫിഷ്യൻസി കാണിക്കേണ്ടത്? നമ്മുടെ ഫോക്കസിലും വൊക്കാബുലറിയിലും ആൻഡ് കോംപ്രിഹെൻഷൻ സ്കിൽസിലാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു 24th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ പാരഗ്രാഫ്? ഒരു പാരഗ്രാഫിൽ എന്തൊക്കെ വേണം? ടോപ്പിക് ഓഫ് സെൻറ്റൻസ്, സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്, കൺക്ലൂഡിങ് സെൻറ്റൻസ്. അതെ, ഒരു പാരഗ്രാഫിൽ എന്തൊക്കെ വേണം? ആദ്യം ഒരു ടോപ്പിക്കിൻ്റെ സെൻറ്റൻസിൻ്റെ, ദെൻ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് വേണം, ഒരു കൺക്ലൂഡിങ് സെൻറ്റൻസ് വേണം, റൈറ്റ്? ആൻഡ് ദ 25th ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ? നമ്മുടെ കോണ്ടെസ്റ്റിൽ, അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്നുള്ള കോണ്ടെസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഓഫ് കോഴ്സ് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് during British colonial rule for administrative and educational purposes. ഇംഗ്ലീഷ് എന്തിനാണ് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് കൊളോണിയൽ രാജ്യഭരണം നടത്തുന്ന സമയത്ത് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും എഡ്യൂക്കേഷണൽ പർപ്പസിനും വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇതിലും 10 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതിൽ വെറും 5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ യു ഹാവ് ദ ചോയ്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഷുവർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതില്ല. ഓക്കെ, നൗ വി ആർ ലുക്കിംഗ് അബൌട്ട് ദ സെഷൻ സി പാർട്ടിലെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതിൽ 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. സോ വിൽ ഹാവ് ദ ചോയ്സസ് അബൌട്ട് 12 ചോയ്സസ്, റൈറ്റ്? 12 ക്വസ്റ്റ്യൻസിൽ നിന്നും വെറും 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്താൽ മതി. പക്ഷെ 6 ക്വസ്റ്റ്യൻസും അബൌട്ട് 1 പേജ് നിങ്ങൾ എഴുതണം. അതായത് നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഓരോ പാരഗ്രാഫിനും 5 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ് നൗ. 26th ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നാണ്. ഇറ്റ്സ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ഏതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ആദ്യം എന്താ? ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എഴുതുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ ബോഡി പാർട്സിൽ നമ്മളൊരു പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതുക, ദെൻ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഏതൊക്കെ ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? കൈനസിക്സ് ഉണ്ട്, പ്രോസിമിക്സ് ഉണ്ട്, ഹാപ്റ്റിക്സ് ഉണ്ട്, ക്രോണമിക്സ് ഉണ്ട്, പാരാ ലാംഗ്വേജ് ഉണ്ട്. ഒക്കെ അതൊക്കെ എന്താ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സമ്മറി പോലെ കൊടുക്കുക. ഒരു 1 പേജിൽ ഒതുങ്ങുന്ന രീതിയിൽ അത് എഴുതി കൊടുക്കുക. ഓക്കെ, ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ആദ്യം എഴുതുക. മീൻസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്താണെന്നുള്ള ആദ്യം എഴുതുക. ദെൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഏതൊക്കെ ഉണ്ട് എന്ന് എഴുതുക. അത് എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ ഒരു കൺക്ലൂഷൻ, ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ടൈപ്സ് എന്ന് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇത്ര എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പേജ് നിറക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, കൈനസിക്സ് മീൻസ് ബോഡി ലാംഗ്വേജ്, നമ്മുടെ ജെസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സിനെ പറയുന്നത്. പ്രോസെമിക്സ് യൂസ് ഓഫ് പേഴ്സണൽ സ്പേസ്. ഹാപ്റ്റിക്സ് ആണെങ്കിൽ നമ്മളെ ടച്ചിൽ, നമ്മളെ ഹാൻഡ് ഷേക്ക്, ഹഗ്ഗിങ് ഒക്കെ ഹാപ്റ്റിക്സിൽ വരും. ദെൻ ക്രോണമിക്സിലാണെങ്കിൽ ടൈം പെർസെപ്ഷൻ, അതായത് നമ്മളെ പങ്ക്ച്വാലിറ്റി പോലുള്ളതൊക്കെ. ദെൻ പാരാ ലാംഗ്വേജ് ആണ് വരുന്നത്, നമ്മുടെ ടോൺ, പിച്ച് ആൻഡ് വോളിയം ഓഫ് സ്പീച്ച്. ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ 5 മാർക്കാണ് ഗ്രഹിക്കുന്നത്. ഓക്കെ, നൗ ദ 27th ക്വസ്റ്റ്യൻ ആണ്. 27th ക്വസ്റ്റ്യൻ എന്താ നോക്ക്? ഡിസ്കസ് ബോവോ തിയറി ഓഫ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ എസ്സേ സെഷൻ, പാരഗ്രാഫ് സെഷൻ, ഐ തിങ്ക്. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറിയാണ് ബോവോ തിയറി. പ്രൊപ്പോസസ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഇമിറ്റേറ്റിംഗ് നാച്ചുറൽ സൗണ്ട്സ്. അതായത് ആനിമൽ സൗണ്ടിൽ നിന്നും എൻവയോൺമെൻറ്റൽ സൗണ്ട്സിൽ നിന്നുമാണ് ലാംഗ്വേജ് ഉത്ഭവിച്ചു എന്നുള്ള ആ ഒരു തിയറിയാണ് ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. അത് ഏതൊക്കെ സൗണ്ട്സ് നിന്ന് വന്നിട്ടുണ്ട്, ഏതൊക്കെ സൗണ്ട്സ് വന്നതിന് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. ഏതൊക്കെ ആനിമൽസിൻ്റെ ഇതുണ്ട്, ഏതൊക്കെ ബേർഡ്സിൻ്റെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കാം. ക്രോ, കുക്കോ, ഹിസിങ് സൗണ്ട്, ബസ് സൗണ്ട്, അങ്ങനെ എല്ലാ സൗണ്ടും അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും യു വിൽ ബി ഗെറ്റിംഗ് 5 മാർക്സ്. ഓക്കെ, നൗ 28 ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ആക്റ്റീവ് ലിസണിങ്? ഏതൊക്കെ ഫാക്ട്സ് ആണുള്ളത്? ഡിസ്ട്രാക്ഷൻ, പ്രെജുഡീസ് ഓർ ബയാസസ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഇമോഷണൽ സ്റ്റേറ്റ് ഒക്കെ നമുക്ക് എന്താ ഫാക്ടേഴ്സാണ് ആക്റ്റീവ് ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ എന്താ ഒരു നോയ്സിങ്, മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ദേഷ്യം പിടിച്ച് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് എന്താ ചെയ്യുക, ഇഫക്റ്റീവായിട്ട് ആക്റ്റീവ് ലിസണിങ് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നൗ വിൽ ഗോ ടു 29th question. Discuss the 4 different types of sentences in English with suitable examples for each. ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്? ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇംപറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഈ
4 സെൻറ്റൻസ് ടൈപ്സും എഴുതുക. എന്തൊക്കെ സെൻറ്റൻസ് വെച്ചാൽ എന്താണെന്ന് ആദ്യം എഴുതുക. ദെൻ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എഴുതുക. ദെൻ എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്യുക. അതായത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ സ്റ്റേറ്റ്സ് ഫാക്റ്റ്, അതായത് ഒരു ഫാക്റ്റിനെ സ്റ്റേറ്റ് ചെയ്യുന്നതിനാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയി പറയുന്നത്. എക്സാമ്പിൾ, ഷീ റീഡ്സ് ബുക്ക് അല്ലെങ്കിൽ ഷീ റീഡ്സ് ബുക്സ്. ദെൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലോ ക്വസ്റ്റ്യൻ ആസ്കിങ്ങിനാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് എന്ന് പറയുക. ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഡു യു ലൈക്ക് കോഫി, ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അതൊക്കെ കൊടുക്കാം. ദെൻ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഗിവ്സ് കമാൻഡ്, നമ്മൾ കമാൻഡ് കൊടുക്കുന്നതിന് നമ്മൾ ഓർഡർ ഇടുന്നതിനെയാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആയിട്ട് പറയുന്നത്. ലൈക്ക് എക്സാമ്പിൾ, ക്ലോസ് ദ ഡോർ. Then the final sentence is exclamatory. നമ്മൾ ഒരു വാവ് ഫാക്ടർ കാണിക്കുന്നതിനാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പറയുന്നത്. എക്സ്പ്രസിങ് സ്ട്രോങ് ഇമോഷൻ. ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ വാട്ട് ഇസ് സർപ്രൈസ്. ഓക്കെ, വാട്ട് ഇസ് സർപ്രൈസ് എന്നുള്ളത് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് അവിടെ എക്സാമ്പിൾ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, അവിടെ 5 മാർക്സ് അഗെയിൻ വിൽ ബി ഗെയിനിങ്. ആൻഡ് ദ 13th ക്വസ്റ്റ്യൻ അവിടെ ഒരു പോം തന്നിട്ടുണ്ടല്ലേ, വില്യം വേർഡ്സ്വർത്തിൻ്റെ. അത് വായിച്ചിട്ട് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് തയ്യാറാക്കാം? വാട്ട് ഇമോഷൻ ഡസ് ദ സ്പീക്കർ ഫീൽ വൈൽ സീയിങ് എ റെയിൻബോ? പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഹൗ ഡസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്? ദെൻ എന്താക്കാം? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദ മാൻ? Then we can make one more question like what does natural pity mean? Last question ഒന്നും കൂടി ഉണ്ടാക്കാം നമുക്ക്. what might the poet prefer death to losing this feeling? ഇനി 31st ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇൻഹിബിഷൻ ഇൻ ദ യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് ആ ഒരു ഫിയർ ഓവർകം ചെയ്യണമെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? പ്രാക്ടീസ് സ്പീക്കിംഗ് ഡെയിലി, join language clubs or forums, use language app like Duolingo, watch English media with subtitles, embrace mistakes as a part of learning. അതായത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇൻഹിബിറ്റേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂടിയാൽ മാത്രമാണ് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് എന്തൊക്കെ പറയാം? ഇംഗ്ലീഷ് ഡെയിലി യൂസ് ചെയ്ത് നോക്കാം, ഇംഗ്ലീഷ് ഫിലിംസോ ന്യൂസോ പോഡ്കാസ്റ്റൊക്കെ കേട്ട് പഠിക്കാം. ദെൻ ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്സിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡുവലിംഗോ പോലുള്ള ഇംഗ്ലീഷ് ആപ്സ്, ലേണിംഗ് ആപ്സ് വഴി നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേർഡ് കേക്ക് പോലെയുള്ള ഇംഗ്ലീഷ് ലേണിംഗ് സൈറ്റ്സോ ആപ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഏതൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ദെൻ 32nd ക്വസ്റ്റ്യൻ, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ്. അപ്പോൾ അസിങ്ക്രോണസ് ആൻഡ് സിങ്ക്രോണസ് എന്താണെന്ന് വെച്ചാൽ, സിങ്ക്രോണസ് മീൻസ് റിയൽ ടൈം, അതായത് നമ്മളൊരു ലൈവ് ചാറ്റ്സ് അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ അങ്ങനെ പറയുന്നതിനെ ഒരു സിങ്ക്രോണസ് എന്ന് പറയും. അസിങ്ക്രോണസ് മീൻസ് ഡിലേഡ്, അതായത് നമുക്കൊരു ഇമെയിൽസ്, ഡിസ്കഷൻ ബോർഡ്സ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് റൂംസൊക്കെ അസിങ്ക്രോണസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. Now the 33rd question, how should we develop our learning skills? അത് ഏതൊക്കെ ഉപയോഗിക്കാം? സെറ്റ് ഗോൾസ്, അതായത് നമുക്കൊരു ക്ലിയർ സെറ്റ് ഗോൾസ് ചെയ്യണം. ദെൻ യൂസ് ആക്റ്റീവ് റീകോൾ ആൻഡ് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ, സീക്ക് ഫീഡ്ബാക്ക്, സ്റ്റേ ഓർഗനൈസ്ഡ്, അതായത് ഒരു ഷെഡ്യൂളൊക്കെ വെച്ച് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലേണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. നൗ 34th ക്വസ്റ്റ്യൻ ആണ്, മെൻഷൻ അറ്റ്ലീസ്റ്റ് 5 മെത്തേഡ്സ് ടു ഇംപ്രൂവ് വൺസ് വൊക്കാബുലറി. ഒരാളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, റീഡ് എക്സ്റ്റെൻസീവ്ലി, ദെൻ യൂസ് ഫ്ലാഷ് കാർഡ്സ്, ദെൻ learn word roots or prefixes, then practice using new words in sentences, and the last one, play word games. അത് ഇഷ്ടംപോലെ വേർഡ് ഗെയിംസ് ഉണ്ട് അല്ലേ, സ്ക്രാമ്പിൾ പോലെ, ബിങ്കോ പോലെ, വേർഡ് ചെയിൻ പോലെ. അതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പസിൽ ഗെയിംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊക്കെ അവിടെ കൊടുക്കാം. ദെൻ ദ 35th ക്വസ്റ്റ്യൻ,
ലിങ്ക്സും ഹൈപ്പർ ടെക്സ്റ്റും തമ്മിൽ എന്താണ്? ഓക്കെ, ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ആൻസർ മാത്രമേ ഞാൻ തരുന്നുള്ളൂ, ബാക്കി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ലിങ്ക്സ് എന്ന് വെച്ചാൽ ക്ലിക്കബിൾ എലമെൻറ്റ്സ് ഡയറക്റ്റിംഗ് യൂസേഴ്സ് ടു അതർ വെബ് പേജസ്. ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ് ആണെങ്കിലോ ടെക്സ്റ്റ് വിത്ത് എംബഡഡ് ലിങ്ക്സ് ഫോർ ലീനിയർ നാവിഗേഷൻ. ഓക്കെ, നൗ ദ 36th ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫൈ സ്പീച്ചസ് അക്കോർഡിംഗ് ടു ദിയർ ഡെലിവറി. ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്പീച്ചസ് ആണുള്ളത് അതിൻ്റെ ഡെലിവറി അനുസരിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത് ഏതാണ്? മെമ്മറൈസ്ഡ്, അതായത് റിസൈറ്റഡ് വേർഡ് ഫോർ വേർഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇംപ്രോംപ്റ്റു, delivered without preparation. And the third one extemporaneous, അതായത് prepared for conversational. And the last one manuscript, read from a script. ആദ്യത്തേത് എന്താണ്? മെമ്മറൈസ്, നമ്മൾ ഓരോരോ വേർഡ് ബൈ വേർഡ് റിസൈറ്റ് ചെയ്യുന്നതിനെ, മെമ്മറി ചെയ്ത് റിസൈറ്റ് ചെയ്യുന്നതിന്. ഈ സെക്കൻഡ് വൺ എന്താണ്? ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഓൺ ദ സ്പോട്ട് ഡെലിവറി ചെയ്യുന്നതിനെ. ആൻഡ് ദ തേർഡ് വൺ ഫോർ കോൺവെർസേഷണൽ, നമുക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് വൺ എന്താ? കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റ് നോക്കി വായിക്കുന്നതിനെയാണ് മാൻസ്ക്രിപ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഇതെന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എമോറ്റിക്കോൺസ് ആൻഡ് ഇമോജീസ്. എന്താണ് എമോറ്റിക്കോൺസും എന്താണ് ഇമോജീസ്? ഇമോജീസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഗ്രാഫിക്കൽ ഐക്കൺസ് നമ്മൾ സ്മൈൽ, ഹാപ്പിനെസ്, സാഡൊക്കെ നമ്മളെങ്ങനെയാണ് ഇമോജീസ് യൂസ് ചെയ്തിട്ടാണ് കാണിക്കുക അല്ലേ, മെസ്സേജൊക്കെ അയക്കണ സമയത്ത്. അതുപോലെ ഇമോറ്റിക്കോൺസ് ഉണ്ട്, അതെന്താ? ടെസ്റ്റ് ബേസ്ഡ് സിമ്പിൾസ്. അതായത് നമ്മൾ ഈ ഇമോജീസ് യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇമോറ്റിക്കോൺസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ നമ്മൾ നമ്മൾ പറയുകയാണെങ്കിൽ 2 കൊത്തിട്ട് ഒരു ബ്രാക്കറ്റൊക്കെ വരച്ചിട്ട് ഒരു സ്മൈൽ വരക്കും, റൈറ്റ്? ഒരു സെമി കോളനൊക്കെ വരച്ച് ഒരു ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ട് അതായിരുന്നു നമ്മൾ മുൻപ് ഇമോജീസ് പോലെ യൂസ് ചെയ്തുകൊണ്ടായതല്ലേ ഇപ്പോൾ ഇമോജീസൊക്കെ വന്നത്. അപ്പോൾ അത് ഇമോറ്റിക്കോൺസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, നൗ വി ആർ ഡീലിംഗ് ടു ദ സെക്ഷൻ ഡി. ഓക്കെ, അതിന് മുൻപ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. സെക്ഷൻ സിയിൽ 12 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ് ആൻഡ് ടോട്ടൽ 30 മാർക്സ് നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഫൈനൽ സെഷൻ ഡി? ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വെറും 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് 20 മാർക്സ്, റൈറ്റ്? ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ, റൈറ്റ്? എസ് എ സെക്ഷനാണ്. നിങ്ങൾക്കതിൽ മാക്സിമം മാർക്ക് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ദ എന്താ ടോപ്പ് സ്കോറർ, റൈറ്റ്? നമ്മൾ എത്ര എഴുതാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് എഴുതാം. മാക്സിമം 3 പേജസ് ആണ് എഴുതേണ്ടത്. 10 മാർക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിലെന്തൊക്കെ വേണം? എഴുതുന്ന സമയത്ത് ഒരു ഹെഡിങ് കൊടുക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഒരു ബോഡി പാർട്ട് ഉണ്ടായിരിക്കണം, പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതണം, മാക്സിമം ഒരു 6 to 5 പാരഗ്രാഫിങ്സെങ്കിലും ഉണ്ടായിരിക്കണം. ദെൻ കൺക്ലൂഷൻ പാരഗ്രാഫ് വേണം. നമുക്ക് സബ് ഹെഡിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും. ബുള്ളറ്റിൻ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ തിങ് യു ഹാവ് ടു തിങ്ക് ബിഫോർ യു ആർ റൈറ്റിംഗ് ആൻ എസ്സേ. മെയിൻലി ഒരു ഹെഡിങ് ഉണ്ടാവണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ബോഡി പാർട്ട് ഉണ്ടാവണം, ഒരു കൺക്ലൂഷൻ വേണം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ പാരഗ്രാഫ് തിരിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ പോയിൻറ്റ്സ് ഒക്കെ അടിവരെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പോയിൻ്റ് ആണെന്ന് ഷുവർ ആണെങ്കിൽ അത് ജസ്റ്റ് ഒരു അണ്ടർലൈനൊക്കെ ഇട്ടിട്ട് എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റിംഗ് ദ ഫുൾ മാർക്സ്, നോ ഡൗട്ട്. ഓക്കെ, അങ്ങനെ ചെയ്ത് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, വിൽ ബി ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ. 38th ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ ഹെൽത്ത് ഹസാർഡ്സ് പോസസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടൂൾസ്. അതൊക്കെ ഏതൊക്കെയാണ്? ഫിസിക്കൽ ഉണ്ട്, മെൻ്റൽ ഉണ്ട്, പ്രിവെൻഷൻ ഒക്കെ എഴുതണം. ഓക്കെ, നമുക്ക് ഏതാണ് ഫിസിക്കൽ ഹസാർഡ്? ഐ സ്ട്രെയിൻ അല്ലേ, റിപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചറീസ്, പുവർ പോസ്റ്റ്, നമ്മുടെ നട്ടലിന് ക്ഷതമേൽക്കും, യെസ്, സ്പൈനൽ കോഡിന്. ദെൻ നമുക്ക് സ്ട്രെയിൻ ഇഞ്ചറീസ് ഉണ്ടാവും, കണ്ണ് വേദന ഉണ്ടാവും, കണ്ണിന് അസുഖങ്ങൾ വരാം. ദെൻ മെൻ്റൽ സ്റ്റേറ്റ് ആണെങ്കിലും മെൻ്റൽ ഹെൽത്തിനാണെങ്കിലും സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാവും, സ്ലീപ്പ് ഡിസ്ട്രപ്ഷൻ, അതായത് ഉറക്കില്ലാതെ ഇരിക്കും, ഉറങ്ങാനേ പറ്റില്ല, പിന്നെ ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും ആൾക്ക്. ദെൻ പ്രിവെൻഷൻ മെത്തേഡ്സ് ഒക്കെ കൊടുക്കാം. ഏതെങ്ങനെ? ഇറഗോണോമിക് സ്റ്റെപ്സ് ഓർ റെഗുലർ ബ്രേക്സ് ഓർ ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു എസ് എഴുതുന്ന സമയത്ത് ഒരു പ്രോബ്ലമാണ് അവർ ചോദിക്കുകയെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ അത് എൻഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ പറ്റണം. ഓക്കെ, എന്താ 39th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സൈബർ ക്രൈംസ്, റൈറ്റ്? എലബറേറ്റ് ഓൺ ദ 3 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈബർ ക്രൈംസ്. എന്തൊക്കെയാണ് സൈബർ ക്രൈംസിൽ മെയിൻ ആയിട്ടുള്ള? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. അഗെയിൻസ്റ്റ് പേഴ്സൺസ്, അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആൻഡ് അഗെയിൻസ്റ്റ് ഗവൺമെൻറ്. പേഴ്സൺ അഗെയിൻസ്റ്റ് ആണെങ്കിൽ അതൊരു എന്താ ഹറാസ്മെൻ്റ് ആവും, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആവും. അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഹാക്കിംഗ് ആവും, ഫിഷിംഗ് സ്കാംസ് ആവും. ആൻഡ് അഗെയിൻസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിൽ സൈബർ ടെററിസം ആവും, എസ്പിനേജ് എന്ന് പറയും. ഓക്കെ, അതിനെ
ഒരു ഗവൺമെൻറ്റിൻ്റെ എഗെയിൻസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. സൈബർ ക്രൈം ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ എഴുതാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എഴുതണമെന്ന് മാത്രം. ഓക്കെ, ഇതെന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റൈറ്റിംഗ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ്. എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം പ്രീ റൈറ്റിംഗ് ചെയ്യുക, അതായത് ബ്രെയിൻ സ്ട്രോമിങ്, നമ്മളെ ഡാറ്റ കളക്ഷൻ, ഒരു ഔട്ട്ലൈൻ ആക്കുന്ന രീതിക്കാണ് പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം ഡ്രാഫ്റ്റിംഗ് ചെയ്യുക. നമ്മളൊരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വേർഷൻ ഒന്ന് എഴുതുക, വെറുതെ റഫ് ആയിട്ട് നമ്മൾ എഴുതി വെക്കില്ലേ, അതിനാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ റിവൈസിങ്, നമുക്ക് അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടെങ്കിൽ കണ്ടൻസിലോ സ്ട്രക്ചറിലൊക്കെ റിവൈസ് ചെയ്തിട്ട് ആഡ് റിമൂവ് ചെയ്യുന്നതിനെ റിവൈസിങ് എന്ന് പറയും. ദെൻ എഡിറ്റിംഗ്, ഗ്രാമറും ഫോർമാറ്റൊക്കെ ചെക്ക് ചെയ്ത് ഒരു സ്പെൽ ചെക്കൊക്കെ നടത്തി എഡിറ്റ് ചെയ്യുന്നത്, വേണ്ടാത്തൊക്കെ വെട്ടി മാറ്റുന്നതിനെ ഒരു എഡിറ്റിംഗ് രീതിയിൽ കൊണ്ടുപോകാം. ആൻഡ് ദ ലാസ്റ്റ് സെഷൻ ഈസ് പബ്ലിഷിംഗ്. നമ്മുടെ ഫൈനൽ വർക്ക്, അതായത് ഒറിജിനൽ ടെക്സ്റ്റ് ഷെയറിങ്ങിനെയാണ് പബ്ലിഷിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5 സ്റ്റെപ്സും നമുക്ക് എന്താ റൈറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്, എലുസിഡേറ്റ് ദ റീഡിങ് ടെക്നിക്സ് ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ടു റീഡ് ബെറ്റർ. നന്നായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചുള്ളത്. ആൻഡ് എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ് ടെക്നിക്സ് യൂസ് ചെയ്ത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊടുക്കുക. ദെൻ ഏതൊക്കെയാണെന്ന് കൊടുക്കാം. ഒന്നാമത്തേത് സ്കിമ്മിങ്. നമ്മൾ ക്വിക്ക് ഓവർവ്യൂ ഫോർ മെയിൻ ഐഡിയാസ്, മേലെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടും, മെയിൻ ഐഡിയാസ് മാത്രം നോക്കിയിട്ട്, അതിനെ സ്കിമ്മിങ് എന്ന് പറയും. ദെൻ സെർച്ചിങ് ഫോർ സ്പെസിഫിക് ഡീറ്റെയിൽസ്, നമ്മൾ ഫോക്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് പോകുന്നതിന് എന്ത് പറയും, സ്കാനിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കും. അത് രണ്ടാമതായിട്ട് കൊടുക്കാം. ദെൻ ദ തേർഡ് വൺ ആക്റ്റീവ് റീഡിങ്. നമ്മൾ വായിക്കണ സമയത്ത് വേണ്ട പോയിൻറ്റ്സിനൊക്കെ ഹൈലൈറ്റ് ഒക്കെ കൊടുത്ത് അനോട്ടേറ്റിംഗ് ഒക്കെ കൊടുത്ത് നമുക്ക് ലെക്ചർ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ തയ്യാറാക്കുക. സൈഡിലൊരു ഒരു സ്റ്റിക്കി നോട്ട്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സോ ഏതെങ്കിലും ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് വായിക്കുന്നതിനെ ആക്റ്റീവ് റീഡിംഗ് എന്ന് പറയും. ദെൻ ദ ലാസ്റ്റ് മെത്തേഡ് SQ3R മെത്തേഡ്, അതായത് സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ്, റിവ്യൂ മെത്തേഡ്. SQ3R അതായത് സർവേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിലെന്താണ് എങ്ങനെയാണെന്നുള്ളൊരു സർവേ നടത്തുക. ദെൻ ക്വസ്റ്റ്യൻ, അത് വായിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ 3R, ഏതൊക്കെയാണ് 3R? റീഡ്, റിസൈറ്റ് ആൻഡ് റിവ്യൂ. ഒന്ന് വായിക്കാം, ദെൻ റിസൈറ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് റിവ്യൂ. എന്തൊക്കെയാണ് അതിലുള്ളതെന്നൊക്കെ നോക്കാം. ഇതൊക്കെയാണ് എന്താ ബെറ്റർ ആയിട്ടുള്ളൊരു റീഡിങ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മളെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ്. ഓക്കെ, ഇത് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങളെന്താ കുറച്ചും കൂടി ലോങ്ങർ ആൻസേഴ്സാണ് C and D സെഷനിൽ എഴുതേണ്ടത്. ഞാൻ ജസ്റ്റ് മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എനിവേ ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് ഓർ റിലേറ്റഡ് ടു എനി ക്വസ്റ്റ്യൻ ഓർ എനി പാർട്സ് ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ഡൗൺ ബിലോ. ഓക്കെ, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടൈം ഒന്ന് മാർക്ക് ചെയ്യുക, കമൻറ്റിലിടുക. ഈ സെഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് യു ഇൻ ടച്ച്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ മെയിലിലേക്ക് മെയിൽ ചെയ്താലും മതി. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് വിത്ത് യു ഇൻ ഇൻഡിവിജ്വൽ. ഓക്കെ, സോ ഇത്രയും നേരം ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും once again thanks from me, and signing off from Skyline Academy, it is Fatima Hasanat, the communicative trainer. Thank you.